ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون صدق الله مولانا العلي العظيم. സ്നേഹാദരവുകളുള്ള നമ്മുടെ ഈ അനുഗ്രഹീതമായ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അഭിവന്ദനായ ഫാദിൽ ബാക്കവി, നമ്മുടെ ഈ ചടങ്ങിന് സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ അബ്ദുൽ അസീസ് ഫൈസി തില്ലങ്കേരി, ഖിറാത്ത് നിർവഹിച്ച ബഹുമാനപ്പെട്ട ഷക്കീബ് അൽ ഖാസിമി, ബഹുമാനപ്പെട്ട പി അബ്ദുറഹ്മാൻ ഹാജി, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഹമീദ് ദാരിമി, സക്കരിയ സഅദി, മുനീർ ഫൈസി, ഇ കെ ഖാദർ തില്ലങ്കേരി, ടി മമ്മു, കെ കരീം, ദാവൂദ് തുടങ്ങി മുസ്തഫ ലത്തീഫി അടക്കമുള്ള വേദിയിലെ പ്രിയപ്പെട്ട യുവ പണ്ഡിത സഹോദരങ്ങളെ, നമ്മുടെ ഈ മഹത്തായ ചടങ്ങിൽ സംബന്ധിച്ചിട്ടുള്ള ബഹുമാന്യരായ കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിക്കൽ ഒരു ഖൈറായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ എല്ലാവരെയും നിൻ്റെ സ്വർഗ്ഗലോകത്ത് കണ്ടുമുട്ടുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. ഈ മഹത്തായ നസീഹ 2016 സംഘടിപ്പിച്ചവർക്ക് ഏതൊരു ലക്ഷ്യത്തോടു കൂടിയാണോ ഇത് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നീ ഇറക്കി കൊടുക്കണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അതിദീർഘമായ ഒരു പ്രസംഗം നടത്താനല്ല, മറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സംഘാടക സഹോദരങ്ങൾ ഇത്ര മനോഹരമായ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ബഹുമുഖ ലക്ഷ്യത്തോടുകൂടി മതപ്രഭാഷണവും അതുപോലെ തന്നെ മജ്‌ലിസുന്നൂറും നസീഹ 16ൻ്റെ ഭാഗമായി ഇവിടെ നടത്തുന്നത് എന്തിനാണ് എന്നിവിടെ സൂചിപ്പിച്ചു. നല്ല ഒരു ദീനീ കലാലയം ലക്ഷ്യം വെച്ചുകൊണ്ട് മനോഹരമായ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഒരു കേന്ദ്രം ആരംഭിക്കുക എന്ന സതുദ്ദേശത്തോടുകൂടി ഇവിടെ സംഘടിപ്പിച്ചുള്ള ഈ പരിപാടി വിജയിപ്പിക്കൽ നമ്മുടെ കടമയാണ്. ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് അഷ്റഫ് തില്ലങ്കേരി വളരെ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടത് പ്രകാരം ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ രേഖപ്പെടുത്തുന്നു. അള്ളാഹു നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ ഇത് പൂർത്തീകരിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് തരുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനാണ്. കേരളീയ മുസ്ലിമുകൾക്ക് നവോത്ഥാനത്തിൻ്റെ ദീപശിഖ തെളിയിച്ചു കൊടുത്ത മഹിതമായ ഒരു പ്രസ്ഥാനമാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജീവസുറ്റ ഒരു ഘടകമാണ് സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. കേരളത്തിൽ സമത്വ എന്തു ചെയ്തു എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൽ നിന്നും ഭിന്നമായി കേരളീയ മുസ്ലിം ഉമ്മത്തിന് മതബോധവും സംഘബോധവും പ്രദാനം ചെയ്തു എന്നതാണ്. ഈ കേരളത്തിലുള്ളതുപോലെ മതചൈതന്യം ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ താമസിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇല്ല എന്നത് കേരളത്തിൽ സമത്വ കാണിച്ച ഈ വിവേകത്തിൻ്റെ ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് 3 കോടി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് പശ്ചിമ ബംഗാൾ എന്ന് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ തന്നെ പറയുന്നു. ഏകദേശം 2.5 കോടിയെന്ന് കാനേഷുമാർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 4 കോടിയോളം മുസ്ലിങ്ങളാണ് നമ്മുടെ രാജ്യത്ത് UP-യിലുള്ളത്. 3 കോടി 17 ലക്ഷം എന്ന് കാനേഷുമാരിൽ കണക്കാണ്. അവർ പറയുന്നു 4 കോടിയുണ്ട്. 4 കോടിയും 3 കോടിയും ഒക്കെ ജനങ്ങളുടെ സംസ്ഥാനങ്ങളിൽ നടക്കാത്തത് 80 ലക്ഷം മുസ്ലിങ്ങൾ മാത്രം അധിവസിക്കുന്ന ഈ കേരളക്കരയിൽ എന്തുകൊണ്ട് നടന്നു എന്ന് ചിന്തിക്കണ്ടേ നമ്മൾ?
അവിടെയുള്ള മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മളിവിടെ ഔന്നത്യത്തോടുകൂടി ഇസ്ലാമിക സ്ഥാപനങ്ങൾ നടത്തുവാനും അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നിർവഹിക്കുവാനും ഒരുമിച്ച് കൂടുകയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണ്ടേ നമ്മൾ? അതുതന്നെയാണ് നമ്മൾക്ക് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമാ ചെയ്തു തന്ന ഏറ്റവും വലിയ നേട്ടം. മതപരമായി നമ്മുടെ സമൂഹത്തിന് വ്യക്തമായൊരു നവോത്ഥാനം ഉണ്ടാക്കി തന്നു എന്നത്. ഈയിടെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി പശ്ചിമ ബംഗാളിലെ ബീർഭൂം എന്ന് പറയുന്ന ജില്ലയിൽ മനോഹരമായ ഒരു കെട്ടിടം സ്ഥാപിച്ചുകൊണ്ട് അവിടെ ദാറുൽ ഹുദയുടെ ഒരു ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. 5 വർഷം മുമ്പാണ് അവിടെ വിദ്യാർത്ഥികളെ ചേർത്ത് പഠിപ്പിക്കുന്ന സംവിധാനം ആരംഭിച്ചത്. 5 കൊല്ലം മുമ്പ് ഒരു ഷെഡ് കെട്ടി ദാറുൽ ഹുദയിൽ നിന്ന് പണം കൊണ്ടുപോയി ഉദാരമതികളുടെ സംഭാവന സ്വീകരിച്ച് പശ്ചിമ ബംഗാളിൽ കൽക്കട്ടയിൽ നിന്ന് 5 മണിക്കൂർ ട്രെയിനിൽ സഞ്ചരിച്ചാൽ എത്തുന്ന ആ ഗ്രാമത്തിൽ മനോഹരമായൊരു ഇസ്ലാമിക സ്ഥാപനം കെട്ടിപ്പൊക്കുമ്പോൾ എന്തുകൊണ്ടാണത് സംഭവിച്ചത് എന്ന് ചിന്തിക്കണം നിങ്ങൾ. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളെ വർഷത്തിൽ വിശുദ്ധ റമദാന്റെ കാലത്ത് അവരെ ഉത്തരേന്ത്യയിലെ പള്ളികളിലേക്ക് ഉറുദുവിൽ പ്രസംഗിക്കാൻ പറഞ്ഞയക്കും. ദാറുൽ ഹുദയിലെ ഫണ്ട് എടുത്തുകൊണ്ട് ആ കുട്ടികൾക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തുകൊണ്ട് വഴിച്ചെലവിന് പണം കൊടുത്തുകൊണ്ട് പറഞ്ഞേക്കും അങ്ങോട്ട്. അങ്ങനെ അവിടെ ചെന്ന് പ്രസംഗിച്ച് കൽക്കട്ടയിലെ പള്ളിയിൽ പ്രബോധന പ്രസംഗം നടത്തുമ്പോൾ മുൻകിർ ഹുസൈൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ അത് കണ്ടു. അയാൾ കൽക്കട്ടയിൽ നിന്ന് അല്പം അകലെയുള്ള ബർധമാൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റർ ബിരുദം എടുത്ത ശേഷം അവിടെ നിന്നും PhD നേടി തായ്ലൻഡിൽ ഒരു ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന പ്രമുഖനായൊരു വ്യക്തിയാണ്. അദ്ദേഹം ഈ കുട്ടികളെ പ്രബോധകരായി അയച്ച സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കാൻ വന്നു. അങ്ങനത്തെ ഒരു സ്ഥാപനം എൻ്റെ നാട്ടിൽ വേണമെന്ന് അദ്ദേഹം വാശി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബ ട്രസ്റ്റിൽ നിന്നും 20 ഏക്കർ സ്ഥലം വിശാലമായ വയൽശേഖരം വഖഫ് ചെയ്തു. ആ 10 ഏക്കർ സ്ഥലത്താണ് ദാറുൽ ഹുദ 5 കൊല്ലം മുമ്പ് ഷെഡ് കെട്ടിയത്. അവർക്ക് പഠിക്കാൻ ഷെഡ് തന്നെ ധാരാളമാണ്. കാരണം താമസിക്കുന്ന വീടൊക്കെ നമ്മുടെ വീട്ടിലെ ബാത്റൂമിൻ്റെ അത്ര വലിപ്പമുള്ള വീടുകളാണ്. കൊച്ചു വീടുകൾ, കൂരകൾ, പ്രാഥമിക സൗകര്യമില്ല. സുബഹിക്കുമ്പോൾ റോഡിൻ്റെ സൈഡിൽ ഇരുന്നു കൊണ്ട് പ്രാഥമിക കൃത്യം നിർവഹിക്കുന്ന ഗ്രാമവാസികളായ സ്ത്രീ പുരുഷന്മാരെ കാണാൻ കഴിയും അവിടെ ചെന്നാൽ. പുരോഗതി എന്തെന്നറിയാത്തൊരു കൊച്ചു ഗ്രാമം, ഒരുപാട് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം. ബഹുമാന്യനായ ബഹാവുദ്ദീൻ കോരിയാട് നദ്വി പറഞ്ഞു, 5 കൊല്ലം മുമ്പ് ഈ സ്ഥാപനം അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അവിടെ ചെന്ന് മുൻകിർ ഹുസൈൻ എന്ന ആളുടെ നിർബന്ധപ്രകാരം ആ ഗ്രാമത്തിൽ ചെന്ന് അവിടെയുള്ള ചെറുപ്പക്കാരെ ഒരുമിച്ച് കൂട്ടി ഒരു 50-ലധികം ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി, യുവാക്കളും അതുപോലെ അല്പം പ്രായമായവർ. അദ്ദേഹം ഉറുദു ഭാഷയിൽ അവരോട് ചോദിച്ചു, അവരുടെ ഇസ്ലാമിക ബോധം വളക്കുന്നതിന് വേണ്ടി ചോദിച്ചു, ആരാണ് നമ്മുടെ നബി എന്ന് ചോദിച്ചു. ആർക്കും പറയാൻ അറിയില്ല. കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ സംശയത്തോടു കൂടി എഴുന്നേറ്റ് പറഞ്ഞു, മുഹമ്മദ് നബി അല്ലേ? അയാൾക്കല്പം വിവരമുണ്ട് എന്ന് കരുതി അവനോട് ചോദിച്ചു, മുഹമ്മദ് നബി ജനിച്ചത് എവിടെയാണെന്ന് അറിയുമോ? അവന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല, കേരളത്തിലാണ് എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. അതാണ് അവൻ്റെ മതബോധം, അതാണ് അവരുടെ ഇസ്ലാമിക ബോധം. ആ ഇസ്ലാമിക ബോധമില്ലാത്ത പ്രദേശത്ത് ദീനിൻ്റെ ചൈതന്യം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞത് നമുക്കൊരു സ്ഥാപനവും അനുബന്ധ പ്രവർത്തനങ്ങളും ഉണ്ടായതുകൊണ്ടാണ്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമാ ചെയ്ത സേവന പ്രവർത്തനത്തിൻ്റെ മഹിതമായ ആശയമാണ് നമ്മളവിടെ കാണുന്നത്. നമ്മളതൊന്നും കൊട്ടിഘോഷിക്കാറില്ല. ആ സ്ഥാപനത്തിൽ നിന്ന് 130-ൽ പരം കുട്ടികൾ പഠിക്കുന്നു. 5 കൊല്ലം പിന്നിട്ട ആ കുട്ടികളുടെ പഠന നിലവാരം അത്ഭുതാവഹമാണ്. ദഅവത്തെത്തിയാൽ മാറ്റം വരുമെന്നതിൻ്റെ വ്യക്തമായ സൂചന. ആ ആളുകൾ ജീവിച്ചിരുന്ന ജീവിത നിലവാരത്തിൽ നിന്നും അവർ മാറി ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലേക്ക് അവർ കാലെടുത്ത് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അതിൻ്റെ പ്രത്യേകത നോക്ക് നിങ്ങൾ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ദൗത്യം നിർവഹിക്കാൻ നമുക്ക് പഠിപ്പിച്ചതും ഇത് നമുക്ക് പകർന്നു തന്നതും നമ്മുടെ മഹാന്മാരായ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിത മഹത്തുക്കളല്ലേ? ആ പണ്ഡിത പ്രതിഭകളെ ശരിക്കും നമ്മൾ അംഗീകരിക്കണ്ടേ? ആ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമാ കേരളത്തിൽ ഈ സമൂഹത്തിനിടയിൽ ഇത്രമാത്രം പ്രചരണം നേടിയതും ഇത്രമാത്രം സ്ഥാനം പിടിച്ചതും 2 കാരണങ്ങൾ കൊണ്ടാണെന്ന് ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഒന്നാമതായി അത് ഉയർത്തിപ്പിടിച്ച ആദർശത്തിൻ്റെ വിശുദ്ധി, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നേരായ വശം സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. രണ്ടാമത്തേത് ഈ ആദർശം നമുക്ക് പഠിപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ട സമത്വയുടെ ആലിമീങ്ങളുടെ വിശുദ്ധി. യാതൊരു തരത്തിലും കളങ്കമേശാത്ത മഹാപണ്ഡിതന്മാർ ഈ ഉമ്മത്തിന് ദീൻ എന്തെന്ന് ശരിക്ക് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നത് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും, ആരൊക്കെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലും, ആ സംസ്കാരം ഒരിക്കലും സ്വീകരിക്കുന്നതിന് പകരം
ഗുരുനാഥന്മാരെ ബഹുമാനിച്ചുകൊണ്ട് ഗുരുവര്യന്മാരുടെ കാൽപാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് നമ്മൾ ഈ പ്രസ്ഥാനത്തെ കാണുമ്പോൾ അതിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ മുനവ്വറല്ലാഹു മർകദഹുമാ, ആ രണ്ട് മഹത്തുക്കളുടെ ഖബറുകളെ പടച്ചറബ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആ രണ്ട് മഹാന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ സമത്തെ കണ്ടും പരിചയപ്പെട്ടും വളർന്നു വരുന്നത്. അവരുടെ പിന്തുടർച്ചക്കാരായി നമ്മുടെ സമത്തെ നയിച്ചവരാരാ, അവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. യാതൊരു അഭിപ്രായ വ്യത്യാസവും അക്കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിനുണ്ടാകേണ്ട കാര്യമില്ല. നമ്മുടെ മഹാപണ്ഡിതന്മാർ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വിടവാങ്ങുമ്പോൾ എങ്ങനെയാണ് അവർ വിടവാങ്ങിയത് എന്ന ഒറ്റ കാര്യം ചിന്തിച്ചാൽ അവർ ഈ സമൂഹത്തിന് ചെയ്ത സേവനം പടച്ചറബ് കബൂൽ ചെയ്തുവെന്ന് ബോധ്യപ്പെടും. അടുത്ത ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ ഉസ്താദ്, ജാമ്യയിൽ തുടക്കകാലത്തെ ഫൈസിയായി പിന്നീട് അവിടെ ഗുരുവര്യനായി വന്ന മഹാനവർകൾ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, സമത്തയുടെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്നൊരു ആലിമ മുഷാവറ മെമ്പർ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടയാളുടെ മരണാനന്തര ചടങ്ങുകൾക്കുള്ള പണം വിദ്യാഭ്യാസ ബോർഡ് നീക്കി വെച്ച് കൊടുത്തുകൊണ്ട് അത് ഏറ്റെടുക്കാറുണ്ട്. ആ ഖബർ കുഴിച്ചവർക്കും ഖബറിനാവശ്യമായ ചെലവും പള്ളിയിലടക്കേണ്ട പണവും അതിൻ്റെ കഫം പുടവടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും സമത്ത വഹിക്കാറുണ്ട്. ആ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് മരണാനന്തര പ്രക്രിയയുടെ ചടങ്ങിൻ്റെ പണം എത്രയാണ് അത് സമത്ത തരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു മകൻ പറഞ്ഞത്, ബാപ്പ തന്നെ മാസങ്ങൾക്ക് മുമ്പ് ബാപ്പ രോഗിയാകുമ്പോൾ ഒരു കടലാസ് എടുത്തുകൊണ്ട് കടലാസിൽ തൻ്റെ കഫം പുടവ വാങ്ങുവാനും പള്ളിയിലെ ചെലവുകളുടെ പണം വസിയത്ത് പോലെ എഴുതി വെച്ചിട്ട് ഉപ്പ അധ്വാനിച്ചുണ്ടാക്കിയ ദർസ് നടത്തി ഉണ്ടാക്കിയ പണത്തിൽ നിന്ന് കവറിലിട്ട് ഈ കത്തും അതും ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉപ്പാൻ്റെ വസിയത്താണ്, എൻ്റെ മയ്യത്തിൻ്റെ ചെലവുകൾ ഈ പണം കൊണ്ട് തന്നെ നിർവഹിക്കണം. അത്രമേൽ സൂക്ഷ്മത പുലർത്തിയ ഒരു പണ്ഡിതനെ നോക്ക് നിങ്ങൾ. നമ്മുടെ നേതാക്കൾ കടന്നുപോയ വഴികളെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്ക് നിങ്ങൾ. ആ മഹാനായ മനുഷ്യൻ തച്ചമ്പാറ എന്ന് പറയുന്ന പാലക്കാടിനടുത്തുള്ള ഒരു ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിൽ അവസാന ദിവസം ചികിത്സയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഏതാണ്ട് 12:45 കൂടിയാണല്ലോ മരണപ്പെട്ടു പോകുന്നത്. അതിൻ്റെ അരമണിക്കൂർ മുമ്പ് അദ്ദേഹം ബോധരഹിതനായി കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ സമീപത്ത് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ആ മക്കളും ഭാര്യയും വല്ലാതെ ദുഃഖിച്ചു. കാരണം ബോധം കെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ തന്നെ മരണപ്പെട്ടു പോയാൽ, കലിമ ചൊല്ലുന്നത് പോലും കണ്ട് ബോധ്യപ്പെടാൻ കഴിയാതെ മരണപ്പെട്ടു പോകുമ്പോൾ ഒരു സാധാരണ പ്രയാസം ആർക്കുമുണ്ടാകും ബന്ധുക്കൾക്ക്. ആ തരത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയാൽ എന്തോ ഒരു സങ്കടമാണെന്ന് അവർ മനസ്സിലാക്കി. ആ സങ്കടം അവർ പരസ്പരം പങ്കുവെച്ചു. ദുഃഖിച്ചുകൊണ്ട് അവരിങ്ങനെ കുടുംബം നിൽക്കുന്ന സമയത്ത് മരിക്കുന്നതിൻ്റെ ഏതാണ്ട് 5 മിനിറ്റ് മുമ്പ് ആ മഹാനുഭാവൻ ആരും വിളിക്കാതെ കണ്ണു തുറന്നുകൊണ്ട് തൻ്റെ കുടുംബത്തോട് നോക്കി പുഞ്ചിരിച്ചു. നല്ല സന്തോഷത്തിൻ്റെ ഒരു ചിരി. മക്കൾ ഉടനെ കെലിമ ചൊല്ലിക്കൊടുത്തു. അവർക്ക് ആശ്വാസമായി അദ്ദേഹം ഉറക്കെ കെലിമ ചൊല്ലി. പിന്നെ ചൊല്ലിക്കൊടുക്കാതെ തന്നെ ചൊല്ലി. ഈ കെലിമ ചൊല്ലിയപ്പോൾ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ പുറത്തു വന്ന്, സീരിയസ് ആയതുകൊണ്ട് കുറേ പ്രവർത്തകർ ഇവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവരോടൊക്കെ പറഞ്ഞു, ഉപ്പ കെലിമ ചൊല്ലി, ഉറക്കെ പറഞ്ഞു. ആരാണ് മഹാനവറുകളെ ആ ബോധക്ഷയത്തിൽ നിന്നും വിളിച്ചുണർത്തി കെലിമ ചൊല്ലാൻ പഠിപ്പിച്ചത്? അദ്ദേഹം ഖിദ്മത്ത് ചെയ്ത പ്രസ്ഥാനത്തിൻ്റെ മഹത്വം കൊണ്ട് പടച്ച റബ്ബ് കൊടുത്ത അനുഗ്രഹമല്ലേ അത്? എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. കെലിമ ചൊല്ലി എന്ന് മാത്രമല്ല, മക്കൾ പറയുന്നു, കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ പറയുന്നു. ആ മഹാനുഭാവന്റെ കണ്ണ് അടച്ചു കൊടുക്കേണ്ടി വന്നില്ല മരണാനന്തരം. ആ മഹാനവറുകളുടെ വായ പൂട്ടിക്കൊടുക്കേണ്ടി വന്നില്ല മരണാനന്തരം. അദ്ദേഹം തന്നെ കണ്ണ് പൂട്ടി, അദ്ദേഹം തന്നെ വായ അടച്ചു. അദ്ദേഹം തന്നെ സ്വയം ആ പ്രക്രിയകൾ മുഴുവൻ ചെയ്തുകൊണ്ട് അദ്ദേഹം തന്നെ പൂർണ്ണമായി തൻ്റെ മരണാനന്തര പ്രക്രിയ ചെയ്യുന്നത് പോലെ നോക്കൂ. അദ്ദേഹത്തിൻ്റെ താടി കെട്ടിക്കൊടുക്കുമ്പോൾ മക്കൾ പറയുന്ന ഒരു പ്രകാശം താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പോകും പോലെ മുഖത്ത് വല്ലാത്ത ഒരു പ്രസന്നത. നിങ്ങൾ കണ്ടില്ലേ തെളിഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖം മണ്ണാർക്കാട് എത്തിങ്ങാരുടെ മുറ്റത്ത്? എത്ര തവണയാ മയ്യത്ത് നമസ്കരിച്ചത് ആളുകൾ ഓടിക്കൂടിയത്? അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ രീതിയിലാണ് നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ മുഴുവൻ കടന്നുപോയത്. അള്ളാഹു നമ്മുടെ ആക്കിബത്തും നന്നാക്കി തെരുമാറാവട്ടെ. ഈ രീതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാപണ്ഡിതന്മാർ കടന്നു പോകുമ്പോൾ അത് നമുക്ക് മാതൃകയാണ്. ആ മാതൃകയാണ് ശരിക്കും നമ്മൾ പിന്തുടർന്നുകൊണ്ട് അവരുടെ പിന്നാലെ പോകേണ്ടത്. അതിൻ്റെ മുമ്പ് കടന്നുപോയ മഹത്തുക്കൾ മുഴുവനും അങ്ങനെ തന്നെയായിരുന്നു. ദിക്റിൻ്റെ ഹൽക്കക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് വീട്ടിൽ കോയക്കുട്ടി മുസ്ലിയാർ മരണത്തിന് വിധേയമാകുന്നത്. നമ്മുടെ മഹോന്നതരായ പണ്ഡിതന്മാരൊക്കെ മരിച്ചതിൻ്റെ ആ അവസ്ഥയും പശ്ചാത്തലവും പഠിച്ചു നോക്കിയാൽ അത്ഭുതപ്പെടും നമ്മൾ. അള്ളാഹുവിലേക്ക് അവർ മടങ്ങുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ മുഴുവൻ പ്രകടമാക്കിക്കൊണ്ട് കടന്നുപോയി.
ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നൊരു മനുഷ്യനെ പടച്ച റബ്ബ് അവസാനം കൊടുക്കുന്ന ഏറ്റവും വലിയ ഗുണം അതാണ്. ഇമാം മഹദി തങ്ങൾ വരുമ്പോൾ ഈ ആദർശത്തിന്റെ നേതൃത്വം അദ്ദേഹത്തിന്റെ പിന്നണി നിരക്കേണ്ടി വരും. അതിന് യോഗ്യതയുള്ളൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്ന പ്രവർത്തനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്യുന്നത്. ആ പന്ഥാവിൽ എന്തൊക്കെ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടെങ്കിലും അല്ലാഹു നീക്കും, തർക്കിക്കണ്ട. എൻ്റെ പ്രിയപ്പെട്ട സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തകർ ആവേശത്തോടു കൂടി തന്നെ ആദർശവുമായി മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ലോകത്തെ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. ഒരു ഭാഗത്തെ മുസ്ലിങ്ങളെ നശിപ്പിക്കുന്നു സായുധമായി, മറുഭാഗത്തെ മുസ്ലിങ്ങളെ നശിപ്പിക്കുന്നു നിയമപരമായി. റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ നോക്ക് നിങ്ങൾ. ബർമയിലെ മുസ്ലിങ്ങൾ, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അനുദിനം അവരെ കൊന്നൊടുക്കുകയാണ്. ഓരോരുത്തരെ കൊന്നൊടുക്കിക്കൊണ്ട് ക്രൂര വിനോദം കാണിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു എന്ന ഒറ്റ കാരണത്താൽ റോഹിംഗ്യയിലെ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ കൊന്നു കുടിച്ചു മൂടുന്ന കാഴ്ച കണ്ടോ നിങ്ങൾ? ബഷാറുൽ അസദ് ഭരിക്കുന്ന സിറിയയുടെ ഭൂമിയിൽ, ഏതാണ് ആ ഭൂമി? അതിന്റെ തലസ്ഥാനമാണ് ഡമസ്കസ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് അന്ത്യനാളെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമുഖത്ത് ഇറങ്ങി വരും. അള്ളാഹു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വാനലോകത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് ഡമസ്കസിലെ മിനാരത്തിലാണ്. ഡമസ്കസിലെ പള്ളി മിനാരത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഈ ഭൂമുഖത്ത് നേതൃത്വം കൊടുക്കും മുസ്ലിം ഉമ്മത്തിന്. ദജ്ജാലിനെ വധിക്കാൻ കടന്നു വരുന്ന സന്ദർഭം അധർമ്മങ്ങൾക്കെതിരെ സമൂഹത്തെ പൊരുതാൻ പഠിപ്പിക്കുന്ന നേതൃനിരയിലേക്ക് ഈ ഉമ്മത്തിനെ നയിക്കുന്ന മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുമെന്ന് പറയുന്ന പള്ളി ഉൾക്കൊള്ളുന്ന ആ സിറിയൻ ഭൂമിയിൽ മുസ്ലിം സഹോദരങ്ങൾ കൊന്നൊടുക്കപ്പെടുന്ന വാർത്ത നിങ്ങൾ വായിക്കുന്നില്ലേ? എന്തോ ഒരു ഘട്ടമാണത്. നമ്മൾ തന്നെ തമ്മിൽ തല്ലിയത് കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന അപകടം. ലോകത്ത് മുസ്ലിം സമൂഹം ഇതുപോലെ തമ്മിൽ തല്ലി മരിച്ചു വീണ ചരിത്രങ്ങൾ എത്രയുണ്ട്. അത് സായുധമായി മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കാൻ, കായികമായി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്തുമുണ്ട്. തത്തുല്യ പ്രവർത്തനം, ദൃഢമായ വിശ്വാസം ഒരു മനുഷ്യന്റെ കൽബിലുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധി മോന് പുല്ലാണ്. കുടിഞ്ഞി എന്ന് പറയുന്ന മലപ്പുറം പ്രദേശത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഫൈസൽ, അവൻ റിയാദിൽ ജോലി ചെയ്യുമ്പോൾ അവൻ കണ്ട ഇസ്ലാമിനെ അവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ഫൈസലിനോട് ആരും മുസ്ലിം ആകാൻ പറഞ്ഞിട്ടില്ല. ഫൈസലിനെ ആരും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല. കൃഷ്ണൻ നായരുടെ മകൻ ഫൈസലിനെ ഒരാളും അവനെ ആരും ഇസ്ലാമാക്കാൻ നിർബന്ധിച്ചിട്ടില്ല. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കണ്ടും കേട്ടും പഠിച്ചും തൻ്റെ നാട്ടിൽ വന്ന് മുസ്ലിമായി എന്ന് മാത്രമല്ല, തൻ്റെ ഭാര്യയെ കൊണ്ടുപോയി മുസ്ലിമാക്കി. തൻ്റെ 3 മക്കളെയും ഇസ്ലാമിന്റെ പന്ഥാവിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി. ആ മനുഷ്യനെ കൊല്ലുമെന്ന് ചില ആളുകൾ ഭീഷണിപ്പെടുത്തി. കൊടിഞ്ഞിപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഹൈദരലി ഫൈസി ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഹൈദരലി ഫൈസിയോട് നേരിട്ട് ചെന്നുകൊണ്ട് ഫൈസൽ പറഞ്ഞു, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ മതം ഉപേക്ഷിച്ചുകൊണ്ട് ആ മതത്തിലേക്ക് തന്നെ തിരിച്ചു പോയില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കത് പ്രശ്നമല്ല, എനിക്കതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. എന്നെ കൊന്നാലും ശരി ഞാൻ സ്വർഗത്തിലേക്കാണ് പോവുക എന്ന ബോധം എനിക്കുണ്ട്. ആ ബോധം കൊണ്ട് ഞാൻ ഒരിക്കലും ഈ സ്വർഗത്തിലേക്ക് പോകുന്നതിൽ നിന്നും പിന്തിരിയുന്നില്ല. എന്നെ കൊന്നാലും നശിപ്പിച്ചാലും എനിക്ക് കിട്ടാൻ പോകുന്ന സ്വർഗമാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ വന്നുകൊണ്ട് ഉസ്താദിനോട് അദ്ദേഹം സങ്കടം പറഞ്ഞത് ആ ഉസ്താദ് ഇപ്പോഴും ഓർക്കുന്നു. പിന്തിരിയാൻ അവൻ തയ്യാറായിരുന്നില്ല. തൗഹീദ് അവൻ്റെ മനസ്സിൽ മാറ്റുപോലെ ഉറച്ചിരുന്നു. അതിനെ മാറ്റുരക്കാൻ കഴിയില്ല. കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഫൈസൽ മാറി ചിന്തിച്ചില്ല? ഓർക്കുന്നോ നിങ്ങൾ? അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉറച്ചാൽ സംഭവിക്കുന്നത്. ദീനൊരു മനുഷ്യന്റെ കൽബിലങ്ങ് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ പതറുകയില്ല, ചിതറുകയില്ല. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് തിരിച്ചു പോയി നോക്ക് നിങ്ങൾ. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു നേതൃനിരയിൽ നിന്ന വ്യക്തിയാണ്. ഇസ്ലാമിക പടയാളികളുടെ നേതൃനിരയിൽ നിന്നിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ മഹാനവറുകൾ പേർഷ്യൻ സമൂഹത്തിനെതിരെയും അതുപോലെ റോമൻ സമൂഹത്തിനെതിരെയും ഇസ്ലാമിക ഉമ്മത്തിന്റെ പട നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ധീരനായ പടയാളിയായിരുന്നു. ആ ധീരനായ പടയാളിയുടെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും, റോമ സാമ്രാജ്യത്തിന്റെ അധിപന്റെ മുമ്പിൽ അവർ പിടിക്കപ്പെട്ടു. അദ്ദേഹം അവരെ തടവിലിട്ട് മുസ്ലിം പടയാളികളെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയെ പിടിച്ചുകൊണ്ടുവന്ന് തടവിലിട്ടു. രാജാവ് ഒരു വെല്ലുവിളി നടത്തി. ഇസ്ലാം എന്ന് പറയുന്നത് വലിയ ആദർശമാണെന്നൊക്കെ പലരും പറയും. ഇസ്ലാമിൽ വിശ്വസിച്ചാൽ പിന്നെ ഒരു മനുഷ്യൻ ഒരിക്കലും അതിൽ നിന്ന് പുറകോട്ട് പോരില്ലെന്ന് പലരും പറയും. ആ രാജാവ് പറഞ്ഞു, ഞാൻ പറയുന്നു, ഒരാൾക്ക് ശരിക്ക് വേദനയായാൽ, മരണം മുഖാമുഖം കണ്ടാൽ
നമ്മളൊക്കെ പച്ച മലയാളത്തിൽ പറയും പോലെ ഇറച്ചിക്ക് വേദനയായാൽ ഏത് മനുഷ്യനും മതം കൈയൊഴിക്കും, അത് ഉറപ്പാണ്. അത്ര ബലമേ ഇസ്ലാമിനുമുള്ളൂ എന്ന് രാജാവ് തറപ്പിച്ചു പറഞ്ഞു. രാജാവിനോട് പലരും പറഞ്ഞു, രാജാവേ, ഇസ്ലാം അങ്ങനെയല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉൾക്കൊണ്ടാൽ പിന്നെ ഒരിക്കലും അവനത് കൈയൊഴിക്കില്ല. പ്രവാചകൻ ഒരു മനുഷ്യൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്തിരിയുകയില്ല. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ രാജാവ് വെല്ലുവിളിച്ചു, ഞാൻ കാണിച്ചു തരാം. അബ്ദുല്ലാഹിബ്നു ഹുദാഫയെ അദ്ദേഹം കൊണ്ടുവന്ന് തൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഹുദാഫ, നിന്നെ ഞാൻ വധിക്കും, നിന്റെ ജീവൻ പോകും. അതുകൊണ്ട് നിനക്കിപ്പോൾ നല്ലത് നിന്റെ മതം കൈയൊഴിക്കലാണ്. നീ നിന്റെ മതം കൈയൊഴിക്കുന്നുവെങ്കിൽ ഞാൻ നിനക്കൊരു കാര്യം ചെയ്യാം. ഒന്നാമതായി നിന്നെ വെറുതെ വിടാം, രണ്ടാമതായി എൻ്റെ ഭരണത്തിൻ്റെ പങ്കാളിയായി നിന്നെ ഞാൻ സ്വീകരിക്കാം. അദ്ദേഹം പ്രലോഭിപ്പിച്ചു. അബ്ദുല്ലാഹിബ്നു ഹുദാഫ പറഞ്ഞു, വല്ലാഹി ലൗ അഅതൈതനി ജമീഅ മാ തംലികൽ അറബ്, അറബ് സമൂഹം, ജമീഅ മാ മലകതുൽ അറബ്, വല്ലാഹി ലൗ അഅതൈതനി ജമീഅ മാ മലകതുൽ അറബ്, അറബ് സമൂഹം മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഭൂമി എനിക്ക് നീ തീരെഴുതി തന്നാലും ശരി, അതുപോലെ തന്നെ നിന്റെ കയ്യിലുള്ള ജമീഅ മാ തംലിക്, നീ നിന്റെ കയ്യിൽ വെച്ചിരിക്കുന്ന അധികാരം എനിക്ക് നീ മുഴുവൻ തന്നാലും പകുതിയല്ല. നീ പറഞ്ഞത് എന്നെ പങ്കാളിയാക്കാമെന്നല്ലേ? നിന്റെ ഭൂമി മുഴുവനും, അതുപോലെ അറബികൾ കൈയടക്കി വെച്ച ഭൂമി മുഴുവനും എനിക്ക് നീ അധികാരത്തിൽ തന്നാലും ശരി. ഹത്താ അർജിഅ അൻ ദീനി മുഹമ്മദിൻ തർഫത ഐൻ, മുഹമ്മദ് നബിയുടെ മതത്തിൽ നിന്നും ഒരു ഇഞ്ച് വ്യതിചലിക്കാൻ വേണ്ടി നീ എനിക്ക് ഇതൊക്കെ തന്നാലും ശരി. മാ ഫഅൽതു, ഞാൻ ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇന്നനീ മുസ്ലിമും, ഞാനൊരു മുസ്ലിമാണ്, നീ എനിക്ക് എന്ത് തന്നാലും ഞാൻ വ്യതിചലിക്കില്ല. ആ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ചിന്തിക്കണം. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഹുദാഫയെ ഒരു വലിയ കുരിശ് കൊണ്ടുവന്ന കുരിശിന്മേൽ കയറ്റി നിർത്തിക്കൊണ്ട് രാജാവ് പറഞ്ഞു, അമ്പയ്യണം. അവൻ്റെ കയ്യിലേക്ക് നിങ്ങൾ അമ്പയ്യണം, കാലിലേക്ക് നിങ്ങൾ അമ്പയ്യണം. പക്ഷേ അവനെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. കൊന്നാൽ അതിൻ്റെ വില പോയി. കൊല്ലലല്ല പ്രശ്നം, അവൻ്റെ നാക്ക് കൊണ്ടവൻ ഞാൻ ഇസ്ലാമിനെ കൈയൊഴിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പറയണം. ആ ഉറക്കെ പറയുന്ന ശബ്ദം എനിക്ക് കേൾക്കണം. അതിനുവേണ്ടി രാജാവ് ശക്തമായി പറഞ്ഞു, നിങ്ങൾ അവൻ്റെ കയ്യിലേക്കും കാലിലേക്കും അമ്പയക്കണം. കൊല്ലും വിധം അമ്പയ്യാൻ പാടില്ല. ഒരു മനുഷ്യനെ കുരിശിൽ കയറ്റി നിർത്തിക്കൊണ്ട് കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് അമ്പെയ്തു. കൈവെള്ളയിലേക്ക് അമ്പ് തറച്ചപ്പോൾ രാജാവ് ചോരൊലിച്ചപ്പോൾ ചോദിച്ചു, തെനസർ, നിനക്ക് നിന്റെ മതം വിട്ടുകൊണ്ട് എൻ്റെ മതമാകുന്ന ക്രൈസ്തവതയിലേക്ക് പോരാൻ പറ്റുമോ? ആ സമയത്ത് അദ്ദേഹം കഴുമരത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ഇന്നൽ മൗത ലഅഹബ്ബു ഇലയ്യ അൽഫ മറത്തിൻ മിമ്മാ തദ്ഊനി ഇലൈഹി, 1000 തവണ മരിക്കലാണ് നീ ക്ഷണിക്കുന്ന മതത്തിലേക്ക് വരുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരം. വല്ലാഹി ഇന്നൽ മൗത ലഅഹബ്ബു ഇലയ്യ മിമ്മാ തദ്ഊനി ഇലൈഹി. ആവർത്തിച്ചുകൊണ്ട് ഓരോ അമ്പ് തട്ടുമ്പോഴും അത് പറഞ്ഞ് പതറിയില്ല, ചിതറിയില്ല, കരഞ്ഞില്ല. ഒരു കാരണവശാലും ആ മനുഷ്യൻ തന്റെ മതം വേദനിപ്പിച്ചത് കൊണ്ട് കൈവിടില്ലെന്ന തോന്നലുണ്ടായപ്പോൾ രാജാവ് പറഞ്ഞു, അവനെ താഴെ ഇറക്കണം. മഹാനായ അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സുഹ്മി റളിയല്ലാഹു തആല അൻഹുവിനെ താഴെ ഇറക്കിയിട്ട് അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സുഹ്മി റളിയല്ലാഹു തആല അൻഹുവിനെ താഴെ ഇറക്കിക്കൊണ്ട് പറഞ്ഞു, ഒരു വിശ്രമം കൊടുക്കണം, എന്നിട്ട് അവനെ കൊണ്ടുവരണം. രാജകിങ്കരന്മാർ വിശ്രമം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. താരീഖിന്റെ കിതാബിലുണ്ട്, കെട്ടുകഥയല്ല, ചിന്തിക്കണം നിങ്ങൾ ഇതിന്റെ അത്ഭുതം. ആ മഹാനായ മനുഷ്യനെ ഉടനെ ഹാജരാക്കിയപ്പോൾ രാജാവ് ചെയ്ത പ്രവർത്തനം, നല്ല വലിയ ഒരു ചട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. വിശാലമായൊരു ചട്ടി, അഥവാ ഇരുമ്പിന്റെ ചട്ടി, ഉരുളി. നമ്മളൊക്കെ ഭക്ഷണം പാകം ചെയ്യുവാനും അതുപോലെ തന്നെ നേർച്ചയ്ക്ക് ചോറ് വെക്കുന്ന ചെമ്പ് പോലെയുള്ള ചെമ്പ്, ആ ചെമ്പ് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഊത്തിയബിക്കെതിരിൻ വലിയ ഒരു കിതിർ കൊണ്ടുവന്നു. നല്ല ഒരു ചെമ്പിന്റെ ചട്ടി കൊണ്ടുവന്നിട്ട് ആ ചട്ടിൽ ഫസുബ്ബ ഫീഹ സയ്യിദ്, നല്ല എണ്ണ അതിലിട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ചു. എണ്ണ ഇങ്ങനെ തിളച്ചുമറിയുന്നു. അതിശക്തമായ ചൂടിൽ എണ്ണ ഇങ്ങനെ തിളച്ചുമറിയുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്കുന്നത്. എണ്ണ ഇങ്ങനെ തിളച്ചുമറിയുകയാണ്. എണ്ണ തിളച്ചുമറിയുന്ന സന്ദർഭത്തിൽ രാജാവ് പറഞ്ഞു, നോക്കിക്കോ ഹുദാഫ, നിന്റെ മതത്തിൽ നിന്നും നീ വ്യതിചലിച്ചില്ലെങ്കിൽ, മതം കൈയൊഴിച്ചില്ലെങ്കിൽ, ഇസ്ലാമിനെ കൈയൊഴിച്ചില്ലെങ്കിൽ നിനക്ക് വരാൻ പോകുന്ന ഗതി ഞാൻ കാണിച്ചു തരാം.
താരീഖിന്റെ കിതാബിൽ പറഞ്ഞ വിഷയം അപ്പടി തന്നെ ഞാൻ പകർത്തി പറയുകയാണ്. ചിന്തിക്കണം നിങ്ങൾ. പാവപ്പെട്ട ഒരു പടയാളിയെ പിടിച്ചുകൊണ്ടുവന്നവന്റെ കൈകാലുകൾ കെട്ടി ആ തിളച്ച എണ്ണയിലേക്ക് ഒറ്റയിടൽ, ഒരു പപ്പടം എടുത്തിടും പോലെ ആ മനുഷ്യനെ എണ്ണയിലേക്കിട്ട് പൊരിച്ചുപോയി. പാവപ്പെട്ട ഒരു മനുഷ്യനെ എണ്ണയിലേക്ക് അങ്ങ് വലിച്ചിട്ടപ്പോൾ അവന്റെ വയറ് പൊട്ടി. അവനൊരു പൊള്ളയായി വീർത്ത്, പപ്പടം വീർക്കും പോലെ വീർത്ത് കരിഞ്ഞുണങ്ങി കരിക്കട്ടയായി മുങ്ങിത്താഴ്ന്നു. അതിൽ ഒരു മനുഷ്യനെ ഒരു നിമിഷം കൊണ്ട് പൊരിച്ചു, ജീവനോടെ പൊരിച്ചു. മത്സ്യം വറുക്കും പോലെ ഒരു മനുഷ്യനെ ജീവനെപ്പോലെ പപ്പടം പൊരിക്കും പോലെ പൊരിച്ചു. ചിന്തിക്കണേ എന്ത് വേദനയുണ്ടാകും അത്. അല്ലെങ്കിൽ തന്നെ തിളച്ച എണ്ണ ദേഹത്ത് വീണാൽ വെള്ളം തിളച്ച് വീഴുന്നതിനേക്കാൾ ഗൗരവമാണ്. ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്, എണ്ണയ്ക്ക് ചൂട് കൂടും. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിച്ചോ. ഇത് കണ്ടു അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ. ഹുദാഫ എന്ന് പറയുന്ന ഈമാനികാവേശമുള്ള മനുഷ്യനോട് പറഞ്ഞു, ഹുദാഫ, നിനക്ക് വരാൻ പോകുന്ന ഗതി ഇതാണ്. നിന്നെ ഇതുപോലെ കൊല്ലാൻ പോവുകയാണ്. തന്നെ ഇതുപോലെ ഈ എണ്ണയിലിട്ട് കൊണ്ട് പൊരിക്കാൻ പോകുന്നെന്ന് വിവരം അദ്ദേഹം അറിഞ്ഞിട്ടും ഒന്നും പറഞ്ഞില്ല. മതം കൈയൊഴിച്ചാൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ കൈയൊഴിച്ചില്ല. ഇന്നനീ മുസ്ലിമുൻ, ഇന്നനീ മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഗൗരവത്തോടെ നിന്നു. അവസാനം എന്ത് സംഭവിച്ചു ശ്രദ്ധിക്കണേ നിങ്ങൾ. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ മനസ്സ് മാറില്ലെന്ന് കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, അവനെ പിടിച്ചു കെട്ടി എണ്ണയിലേക്കിടൂ. ഹുദാഫയെ പിടിച്ചു കെട്ടി എണ്ണയിലേക്കിടുന്നതിന് വേണ്ടി രാജാവിന്റെ കൽപ്പന പ്രകാരം കിങ്കരന്മാർ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ പൊക്കുകയാണ്. അദ്ദേഹത്തെ പിടിച്ചു പൊക്കി എണ്ണയിലേക്ക് അങ്ങ് വലിച്ചിടാൻ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീര് വീണു, കരഞ്ഞുപോയി. സങ്കടം കൊണ്ട് കരഞ്ഞപ്പോൾ അവർ തെറ്റിദ്ധരിച്ചു, ഇയാൾക്ക് മനപരിവർത്തനം വന്നിട്ടുണ്ട്, മതം കൈയൊടിക്കാൻ തയ്യാറാണ്, ജീവനിൽ പേടിയുണ്ട്. മരിക്കുമെന്ന് വന്നപ്പോൾ കരഞ്ഞല്ലോ. ഉടനെ തന്നെ അവർ രാജാവിനെ വിവരമറിയിച്ചു. കരഞ്ഞിട്ടുണ്ട് അയാൾ. രാജാവിന് സന്തോഷമായി. രാജാവ് ഇതുവരെ ആഗ്രഹിച്ചത് ഇയാളെ കൊല്ലാനല്ല, മറിച്ച് ഇസ്ലാമിനെ കൈയൊടിക്കാനുള്ളൊരു മനസ്സയാൾക്കുണ്ടോ, ഇസ്ലാം അത്ര വലുതല്ല എന്ന് തെളിയിക്കാൻ അത് മതിയല്ലോ. ആ കാരണത്താൽ അദ്ദേഹത്തോട് പലവട്ടം ചോദിച്ചിട്ടും മർദ്ദിച്ചിട്ടും ഇസ്ലാമിനെ കൈയൊടിച്ചില്ലെങ്കിൽ ഇപ്പൊ കരഞ്ഞല്ലോ. രാജാവ് സന്തോഷത്തോടെ ഓടി വന്നു. സന്തോഷത്തോടെ അയാളെ പിടിച്ചുകൊണ്ട് ചോദിച്ചു, സഹോദരാ, നിനക്ക് എന്തുകൊണ്ട് നേരത്തെ ഇതായിക്കൂടായിരുന്നു? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മതമൊന്ന് കൈയൊടിക്കാൻ. പക്ഷേ അദ്ദേഹം തയ്യാറായിരുന്നില്ലല്ലോ. രാജാവിനോട് അദ്ദേഹം ചോദിച്ചു, ഇപ്പോഴെന്തേ? ഇപ്പോഴും ഞാൻ തയ്യാറായിട്ടില്ലല്ലോ, ഞാൻ എൻ്റെ മതം കൈയൊടിച്ചിട്ടില്ല. ഇന്നനീ മുസ്ലിമുൻ വല്ലാഹി ഇന്നൽ മൗത ലഅഹബ്ബു ഇലയ്യ മിമ്മാ തദ്ഉനി ഇലൈഹി. അതൊരു വല്ലാത്ത ഗൗരവമുള്ള വാക്കല്ലേ. ഉടനെ തന്നെ രാജാവ് ചോദിച്ചു, പിന്നെ എന്തിനാ നീ കരഞ്ഞത്? നിന്റെ കണ്ണിൽ കണ്ണുനീര് കണ്ടല്ലോ. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു തആല അൻഹുമാ പറഞ്ഞു, ഞാൻ കരഞ്ഞത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. എന്നെ നീ കൊണ്ടുപോയി ഈ ചട്ടിയിലിട്ട് വറുത്താൽ എൻ്റെ ജീവിതം അവസാനിച്ചു പോയി. കേൾക്കണേ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ദീനിനു വേണ്ടി ഞാൻ ഒരു വട്ടം മരിച്ചാൽ എൻ്റെ ജീവൻ പോയല്ലോ. പിന്നെ എനിക്ക് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ലഖദ് കുന്തു അസ്തഹി, ഞാൻ ആഗ്രഹിച്ചു പോയി, മാഫി ജസദി മിൻ അയ്യകൂന മാഫി ജസദി മിൻ അൻഫുസ് മിൻ ശഅരിൻ അൻഫുസ് അയ്യകൂന മാഫി ജസദി മിൻ ശഅരിൻ അൻഫുസ്. എൻ്റെ ദേഹത്തുള്ള ഓരോ രോമകൂപങ്ങളും എൻ്റെ ജീവനായി മാറണം. എൻ്റെ ദേഹത്തുള്ള എൻ്റെ മേലുള്ള ഓരോ രോമവും എൻ്റെ ജീവനാകണം. അത് ജീവനായാൽ പോരാ. ഫതുൽകാ കുല്ലുഹാ ഫീ ഹാദൽ ഖിദ്രി ഫീ സബീലില്ലാഹ്. എൻ്റെ ഓരോ ജീവനും ഈ വറച്ചട്ടിയിൽ ഓരോന്നായി എനിക്ക് ഇട്ടുകളയണം. അഥവാ എൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി എനിക്ക് 1000 തവണ മരിക്കാൻ കഴിയുമെങ്കിൽ അത് സന്തോഷമാണ്. ഒരു തവണയല്ലേ എനിക്ക് മരിക്കാൻ ഭാഗ്യമുള്ളൂ എന്ന് കരുതി കരഞ്ഞതാണ് ഞാൻ. 1000 തവണ മരിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള കരച്ചിലാണടാ. അല്ലാതെ നിന്റെ വറച്ചട്ടി കണ്ടുകൊണ്ട് അതുകൊണ്ട് പേടിച്ചുകൊണ്ട് കൈയൊടിക്കേണ്ട ദീൻ എൻ്റെ കയ്യിലില്ല. നിന്റെ ചട്ടിയിൽ കിടന്നാൽ മരിക്കുമെന്ന് കണ്ടുകൊണ്ട് എൻ്റെ ദീന് ഞാൻ കൈയൊഴിക്കൂല. 1000 തവണ മരിക്കാൻ കഴിയാതെ ഒരു തവണ മാത്രമല്ലേ പടച്ചവനെ എനിക്ക് മരിക്കാൻ കഴിയൂ എൻ്റെ ദീനിന് വേണ്ടി. പിന്നെ എൻ്റെ സംഭാവന തീർന്നു പോയല്ലോ, എൻ്റെ സംഭാവന ദീനിന് വേണ്ടി തീർന്നു പോയല്ലോ.
ജീവൻ പോയത് കൊണ്ടല്ല, ഇനിയും ദീനിനു വേണ്ടി ഒന്നും കൊടുക്കാൻ കഴിയാത്തവനാകുന്നത് കൊണ്ടുള്ള കരച്ചിലാണ്. 1000 തവണ നിനക്കെന്നെ മരിപ്പിക്കാൻ കഴിയുമോ? ഞാൻ മുസ്ലിമാണ്, മുസ്ലിമാണ്, മുസ്ലിമാണ്. രാജാവ് വിറച്ചുപോയി. താരീഖിന്റെ കിതാബിലുണ്ട്. ചരിത്രകാരന്മാർ ഉല്ലേഖനം ചെയ്തു, അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ ലോകത്തെ വിറപ്പിക്കുന്ന ഭരണാധികാരി കൈസർ ചക്രവർത്തി, മഹാനായ കൈസർ ചക്രവർത്തി നിന്ന് വിറച്ചുപോയി. അയാൾ ഈ ധൈര്യത്തിന് മുമ്പിൽ പതറിക്കൊണ്ട് 2 മുട്ടുകുത്തി നിന്നുകൊണ്ട് അബ്ദുല്ലാഹിബ്നു ഹുദാഫയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ചരിത്രം. മഹാനായ അബ്ദുല്ലാഹിബ്നു ഹുദാഫയോട് രാജാവ് ചോദിച്ചു, ഹല്ലക അൻ തുഖബ്ബില റഅസി. ആ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. ഹല്ലക അൻ തുഖബ്ബില റഅസി, നിനക്ക് എൻ്റെ തലയിലൊന്ന് ചുംബിക്കാൻ പറ്റുമോടാ? നിന്റെ ധൈര്യം എനിക്കൊന്ന് പകർന്നു കിട്ടട്ടെ, നിനക്ക് എൻ്റെ തലയിലൊന്ന് ചുംബിക്കാൻ പറ്റുമോ? ഹല്ലക അൻ തുഖബ്ബില റഅസി. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഹുദാഫ പറഞ്ഞു, നീ ഒരു അമുസ്ലിമാണ്, നിന്റെ തലയിൽ ഒരിക്കലും എനിക്ക് ചുംബിക്കാൻ പറ്റില്ല. ഒരു കാഫിറായ നിന്റെ തല ചുംബിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. മഹാനായ അബ്ദുല്ലാഹിബ്നു ഹുദാഫയോട് രാജാവ് പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിടാം, എൻ്റെ തലയൊന്ന് ചുംബിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടും. അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹ്മി തങ്ങൾ പറഞ്ഞു, എൻ്റെ ജീവന് വേണ്ടി നിന്റെ തലയിൽ ഞാൻ ചുംബിക്കില്ല കേട്ടോ, എൻ്റെ ജീവന് വേണ്ടി നിന്റെ തലയിൽ ഞാൻ ചുംബിക്കില്ല കേട്ടോ. ഉടനെ തന്നെ രാജാവ് പറഞ്ഞു, എടാ, നിന്റെ കൂടെ പിടിക്കപ്പെട്ട മുഴുവൻ പടയാളികളെയും ഞാൻ വിട്ടുതരാം, നീ എൻ്റെ തലയൊന്ന് ചുംബിക്കുമോ? അപ്പോൾ ബഹുമാനപ്പെട്ട ഹുദാഫ പറഞ്ഞു, നിന്റെ കൂടെയുള്ളവർക്ക്, എൻ്റെ കൂടെയുള്ളവരെ നീ വിടുകയാണെങ്കിൽ ആ സാധുക്കളായ മുസ്ലിം പടയാളികളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ ചുംബിക്കാം. മനമില്ലാ മനസ്സോടുകൂടി തൻ്റെ കൂട്ടുകാരെ ജീവന് വേണ്ടി രാജാവിൻ്റെ തലയിൽ ചുംബിച്ചു കൊടുത്തു. ധൈര്യമുള്ള ചുണ്ടിൻ്റെ ഒരു ചുംബനം കിട്ടിയപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നു, നിന്റെ കൂടെയുള്ളവരെ വെറുതെ വിടാം. എല്ലാ മുസ്ലിം പടയാളികളെയും, അതുവരെ പിടിച്ചു വെച്ചിരുന്ന മുഴുവൻ പടയാളികളെയും കാരാഗൃഹത്തിൽ നിന്ന് തുറന്നു വിട്ടു. തൻ്റെ കൂട്ടുകാരെ മുഴുവൻ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന അബ്ദുല്ലാഹിബ്നു ഹുദാഫ പരിശുദ്ധ മദീനയിലേക്ക് നടന്നെടുക്കുമ്പോൾ വാർത്ത ശരിക്കും ഉമറുൽ ഫാറൂഖ് തങ്ങളാകുന്ന ഖലീഫ അറിഞ്ഞു. മഹാനായ ഖലീഫ തൻ്റെ സദസ്സിൽ ഒരു പ്രഖ്യാപനം നടത്തി. ഈ ധൈര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഹുദാഫ കടന്നു വരുന്നുണ്ടല്ലോ. ഹുദാഫയുടെ ചരിത്രം വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് ഉമർ തങ്ങൾ പറഞ്ഞു, ഹഖ്കുൻ അലാ കുല്ലി മുസ്ലിമിൻ അൻ യുഖബ്ബില റഅസ അബ്ദുല്ലാഹിബ്നു ഹുദാഫ. ഓരോ മുസ്ലിം ചെറുപ്പക്കാരനും ഓരോ മുസ്ലിങ്ങൾക്കും ഹഖ്കുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഈ സദസ്സിലുള്ള സകല മുസ്ലിമിനും കടമയാണ് അൻ യുഖബ്ബില റഅസ അബ്ദുല്ലാഹിബ്നു ഹുദാഫ, ഹുദാഫയുടെ നെറ്റിയിലൊന്ന് ചുംബിക്കൽ നിങ്ങൾക്കൊക്കെ കടമയാണ്. അത്ര വലിയ ധൈര്യമാണ് അയാൾ പരിശുദ്ധ ദീനിന് വേണ്ടി നിർവഹിച്ചത്. ചുംബിക്കണം നിങ്ങൾ. വഅന അബ്ദഉ ബിദാലിക, ഉദ്ഘാടനം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഹുദാഫ വന്നപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമർ തങ്ങൾ ചുംബിച്ചു. മഹാനായ ഉമർ തങ്ങൾ ചുംബിച്ചപ്പോൾ എല്ലാവരും ഹുദാഫയുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഹുദാഫക്ക് വേണമെങ്കിൽ മതം കൈയൊഴിക്കാമായിരുന്നു, ഒരമ്പും തറക്കില്ല. ഹുദാഫക്ക് വേണമെങ്കിൽ വറക്കുന്ന ചട്ടിക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ജീവൻ പോകുമെന്ന് കണ്ടപ്പോൾ മതം കൈയൊഴിക്കാമായിരുന്നു. ജീവൻ പോകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മതം കൈയൊഴിക്കാതിരുന്നത്. കൊടിഞ്ഞിയിലെ ഫൈസലും അതിൻ്റെ ബാക്കിയാണ്. ഈമാൻ ഒരു മനുഷ്യന്റെ കൽബിലങ്ങ് ആണ്ടുപൂണ്ട് കടന്നാൽ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഒരു മനുഷ്യന്റെ കൽബിലേക്ക് അങ്ങ് കടന്നാൽ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ആ ഇസ്ലാമിനെ കഴിക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് പറയുന്നത്, ശരീഅത്ത് നിയമത്തെ ഞങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ എന്തെങ്കിലും തടസ്സം സൃഷ്ടിച്ചാൽ ഞങ്ങളത് അനുവദിക്കില്ല. അത് മുസ്ലിമിന്റെ ഭാഷയല്ല. തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഅതദൂഹാ വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുൽ ളാലിമൂൻ. തിൽക ഹുദൂദുല്ലാഹ്, അത് പടച്ചറബിന്റെ നിയമത്തിന്റെ പരിധിയാണ്. ഇന്നതേ ചെയ്യാവൂ എന്ന് പടച്ചറബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഫലാ തഅതദൂഹാ, പടച്ചറബിന്റെ നിയമങ്ങളെ മറികടക്കാൻ പാടില്ല. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, അല്ലാഹുവിന്റെ നിയമങ്ങളെ ആരെങ്കിലും മറികടന്നാൽ ആ മനുഷ്യൻ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അങ്ങനെ ചെയ്തവൻ ളാലിമീങ്ങളിൽപ്പെട്ടവനാണ്, അപകടകാരിയാണ് അവൻ, പടച്ചറബിന്റെ ശിക്ഷയ്ക്ക് വിധേയനാണ് അവൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഏക സിവിൽ കോഡ് നമുക്ക് പറ്റില്ല. കാരണം യൂണിഫോം സിവിൽ കോഡ്, ഏക സിവിൽ കോഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു നിയമം, എല്ലാ മതക്കാർക്കും എല്ലാ സമൂഹത്തിനും ഒരു നിയമം.
ഞാൻ ചോദിക്കട്ടെ, ഏതാണ് ആ നിയമം? ഏത് നിയമമാണ് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു നിയമം? അത് ഇതേവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും ഇസ്ലാമിന്റെ നിയമം ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും നിയമമായി വരുമെന്ന് നമുക്ക് വിശ്വാസമില്ല. അങ്ങനെ വരണമെന്നും നമ്മൾക്ക് ആഗ്രഹമില്ല. കാരണം മറ്റുള്ളവന്റെ മേൽ ഇസ്ലാമിന്റെ നിയമം എന്തിനാണ് നമ്മൾ വെറുതെ അടിച്ചേൽപ്പിക്കുന്നത്? മുസ്ലിമിന്റെ നിയമം മറ്റൊരാൾക്ക് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ നിയമം വരില്ല, വരണമെന്നില്ല, വരണ്ട. പിന്നെ ഏത് നിയമമാണ് നിങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും നിയമമാക്കാൻ കൊണ്ടുവരുന്നത്? അന്യമതത്തിന്റെ ആചാരപ്രകാരം ഞങ്ങൾക്ക് നിക്കാഹ് ചെയ്യാൻ പറ്റില്ല. അന്യമതത്തിന്റെ നിയമപ്രകാരം ഞങ്ങൾക്ക് തൊലാഖ് ചൊല്ലാനും പറ്റില്ല. ഞങ്ങളുടെ സ്വത്ത്, ബാപ്പാന്റെ സ്വത്ത് ഓഹരി ചെയ്യേണ്ടത് അവകാശിക്ക് ഇസ്ലാമിന്റെ ഫറായിദ് അനുസരിച്ചാണ്. അത് ഗവൺമെന്റ് പറയുന്ന നിയമത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ഓഹരി ചെയ്യാൻ പറ്റില്ല. അതാണ് പറയുന്നത് തിൽക ഹുദൂദുല്ലാ, അത് പടച്ചറബിന്റെ നിയമമാണെന്ന്. ഞങ്ങളുടെ വാശിയല്ല. ഇതൊക്കെ ശരിക്കും പാലിച്ച് ജീവിക്കാൻ സൗകര്യമുള്ള ഭരണഘടന നമ്മുടെ രാജ്യത്തുണ്ട്. ആ ഭരണഘടനയിലെ 44-ാം വകുപ്പാണ് രാജ്യത്തൊരു ഏക സിവിൽ കോഡ് വേണമെന്നത്. അവിടെ തന്നെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിദ്യാസമ്പന്നരായ ആളുകൾക്ക് മുഴുവൻ അറിയാം, 44-ാം വകുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. രാജ്യത്തിന്റെ മാർഗനിർദ്ദേശക തത്വം മാത്രം നടപ്പാക്കിയാൽ കൊള്ളാം എന്നർത്ഥം. നേരെ മറിച്ച് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് രാജ്യത്ത് അടിസ്ഥാനപരമായി നിലനിൽക്കേണ്ട അവകാശമാണ്. അതാണ് 25-ാം വകുപ്പ്. 25-ാം വകുപ്പ് നിലനിന്നേ പറ്റൂ. 44-ാം വകുപ്പ് നടപ്പാക്കിയാൽ നല്ലത് എന്നേ ഉള്ളൂ. ഭരണഘടനയുടെ തന്നെ വ്യാഖ്യാതാക്കൾ പറയുന്നത് 25-ാം വകുപ്പ് എന്ന് പറയുന്ന അടിസ്ഥാനമാണ്. ഈ രണ്ട് വകുപ്പിലും എന്താ പറയുന്നത്? 44-ാം വകുപ്പിൽ പറയുന്നു, ദ സ്റ്റേറ്റ് ഷാൽ എൻഡെവർ ഫോർ ദ സിറ്റിസൺ എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു പൊതു സിവിൽ നിയമം കൊണ്ടുവരണം. അത് മാർഗരേഖ മാത്രമാണ്. എന്നാൽ 25-ാം വകുപ്പ് എന്താ പറയുന്നത്? All persons are equally entitled to freedom of conscience. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും മനസാക്ഷിക്കനുസരിച്ചുള്ള മതം തെരഞ്ഞെടുക്കാം. ആൻഡ് ദ റൈറ്റ്, അവർക്ക് അവകാശമുണ്ട്. ഫ്രീലി ടു പ്രൊഫേഴ്സ്, പ്രാക്ടീസ്, പ്രോപ്പഗേറ്റ് റിലീജിയൻ. അവരുടെ മതം സ്വതന്ത്രമായി വിശ്വസിക്കാം, അനുഷ്ഠിക്കാം, പ്രചരിപ്പിക്കാം. വിശ്വാസ അനുഷ്ഠാന പ്രചരണ സ്വാതന്ത്ര്യം അവരുടെ മതത്തിൽ അവർക്കുണ്ട്. അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ വകവെച്ചു തന്നതാണ്. അത് ഭരണഘടനയും വകവെച്ചു തന്നതാണ്. അതനുസരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് എന്നല്ല, ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതം അനുസരിച്ച്, ഹിന്ദുക്കൾക്ക് അവരുടെ മതം അനുസരിച്ച്, സിഖുകാർക്ക് അവരുടെ മതം അനുസരിച്ച് അത് നിലനിർത്താൻ പേഴ്സണൽ ലോ എന്ന് പറയുന്ന വ്യക്തി നിയമമുണ്ട്. നമ്മളെ കല്യാണം എങ്ങനെ നടത്തണമെന്ന് നമ്മുടെ മതം പറഞ്ഞ പോലെ നടത്താൻ ഈ രാജ്യത്തെ നിയമമുണ്ട്. പരിമിതമായ വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, സ്ത്രീകളുടെ പ്രത്യേക സ്വത്തവകാശം, അതുപോലെ തന്നെ പ്രത്യേകമായി സ്ത്രീകൾക്ക് കൊടുക്കുന്ന മഹർ, സംരക്ഷണം, അപ്രകാരം തന്നെ വഖഫ്, ട്രസ്റ്റ്, വിവാഹമോചനത്തിൻ്റെ അനുബന്ധ ഘടകങ്ങൾ, ദാനം, ഇതൊക്കെ ഇത്തരം പരിമിതമായ വിഷയത്തിൽ മാത്രം മുസ്ലിങ്ങൾക്ക് കോടതിയിൽ ചെന്നാൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് വിധി കിട്ടും. അത് 1937 ബ്രിട്ടീഷുകാരൻ്റെ കാലത്തുണ്ടാക്കി വെച്ച നിയമമാണ്. 937 ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കി വെച്ച നിയമമാണത്. ആ നിയമം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് വിധി കിട്ടാവൂ എന്ന് തന്നെയാണ് ഭരണഘടന പറയുന്നത്. അപ്പോഴേ മുസ്ലിമായി ജീവിക്കാൻ പറ്റൂ. ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ അവകാശമുണ്ട്, മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ അവകാശമുണ്ട്, ഹിന്ദുക്കൾക്കുണ്ട്. ഇത് മറ്റൊരാളെ ബാധിക്കുന്നില്ല, അവരെ മാത്രമേ. അല്ലാതെ ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു പൊതുപ്രവർത്തനത്തിൽ മുസ്ലിം ഏർപ്പെട്ട് കുഴപ്പമുണ്ടാക്കിയാൽ അവന് ശരീഅത്ത് നിയമമൊന്നും കിട്ടൂല. ഒരു മുസ്ലിം വ്യഭിചാരം നടത്തി ശിക്ഷിക്കും, അവിടെ ശരീഅത്തൊന്നും പറ്റൂല. ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും തർക്കിച്ചു, വിഷയം കോടതിയിലെത്തി, ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരു നിയമം തന്നെ. നേരെ മറിച്ച് ബാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുന്ന വിഷയത്തിൽ മക്കൾ തർക്കിച്ചാൽ കോടതി എങ്ങനെ വിധിക്കേണ്ടത്? അതിന് പുതിയ നിയമം പറ്റൂല. ഒരു മകൻ മറ്റൊരു മകൻ, ഇവർ തമ്മിലുള്ള അവകാശ തർക്കം വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇസ്ലാമിന്റെ ഹുക്മിൽ എന്താണോ ഇവർ അവകാശം അതേ വിധിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ ഹറാമ് തിന്നേണ്ടി വരും. ഒരു പെണ്ണും ഒരു പുരുഷനും വിവാഹമോചനം നടത്തിയാൽ ഇസ്ലാമിലെ തൊലാഖ് എങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അത് അംഗീകരിക്കണം. ഇന്ന് അംഗീകരിക്കും. പള്ളിയിലെ കാദിക്ക് ബോധ്യപ്പെട്ടാൽ കാദി കോടതിയിലേക്ക് എഴുത്തു കൊടുത്താൽ അത് അംഗീകരിക്കും. ഈ ഒരു വിവാഹിതരായിരുന്നു, മോചനം നടത്തിയിട്ടുണ്ട്.
ഏക സിവിൽ കോഡ് വരുമ്പോൾ കോടതിക്ക് മുമ്പിൽ രണ്ടാളും വാദിച്ച് അതിന് കാലമെടുത്ത ശേഷം വിവാഹമോചനം നടത്താൻ പറ്റുള്ളൂ. ആ നെറുകേട് ഇസ്ലാമിൽ അംഗീകരിക്കാൻ പറ്റൂല. ഒരാൾ തന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാര്യ പരസ്യമായി വിഭജിക്കുന്ന കണ്ടു, അവൻ തൊലാക്കില്ലേ? ഈ തൊലാക്ക് കോടതിയിൽ സ്വീകാര്യമാണ്. ഏക സിവിൽ കോഡ് വന്നാൽ കോടതി പറയും അങ്ങനെ അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കണം. ആരുമായിട്ടാണ് ബന്ധപ്പെട്ടത്, എപ്പോഴാണ് ബന്ധപ്പെട്ടത്, എങ്ങനെയാണ് ബന്ധപ്പെട്ടത്, കേസെടുത്ത് തെളിയിക്കണം. ആ തെളിയിക്കുന്നവരെ ഇവർ ഭാര്യയാണ്. ഇസ്ലാമിന് പറ്റുമോ? ഹറാമായ പെണ്ണിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ആ തമ്മാടിത്ത മുസ്ലിമിന്റെ മേലെ ഏൽപ്പിക്കുന്ന ഏർപ്പാടിന് ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റൂല. അത് ഇസ്ലാമല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അടിച്ചേൽപ്പിക്കരുത് നിയമം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന്റെ നിയമം അനുസരിച്ച് ജീവിക്കാൻ സൗകര്യമുണ്ട്. ഇവിടെ ഇതൊരു മുസ്ലിമിനെ ബാധിക്കുന്നില്ലല്ലോ, രാജ്യത്തിന്റെ നിയമങ്ങളെ ബാധിക്കുന്നില്ല. അവിടെ കൃത്യമായി ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ജീവിക്കാൻ ഭരണഘടന തരുന്ന ഉറപ്പുണ്ട്. ഇവിടെ ആ ഭരണഘടന ദത്തമായ ഉറപ്പിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ ചോദിക്കുന്നില്ല. ഒരു ഫേവറും ഗവൺമെന്റ് ചെയ്യണ്ട. നിലവിലുള്ള നിയമം മാത്രം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നാൽ മതി. കാരണം ഇന്ത്യൻ ഭരണഘടന വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന പറയുന്നു, രാജ്യത്ത് ഏത് സ്ഥലത്ത് എവിടെ ജീവിക്കുന്ന ഏത് പൗരനാണെങ്കിലും അവന് പ്രത്യേക സംസ്കാരമോ പ്രത്യേക രീതിയോ പ്രത്യേക ഭാഷയോ ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കാൻ അവന് അവകാശമുണ്ട്. അപ്പൊ നമ്മുടെ നിക്കാഹിന്റെ രൂപം അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ കൾച്ചർ, അത് സംരക്ഷിക്കാൻ അവകാശമുണ്ട്. ഇത് ഭരണഘടനയാണ്. ഭരണഘടനയുടെ 29-ാം വകുപ്പെടുത്ത് വായിച്ചു നോക്കിയാൽ മതിയോ. അതാണ് ഈ രാജ്യത്ത് എല്ലാ സ്ഥലത്തും ജീവിക്കുന്ന ആളുകൾക്കും. ഇവിടെ തില്ലങ്കേരിയിലാവണമെന്നില്ല, കാവമ്പുറത്താകണമെന്നില്ല, മലപ്പുറത്താണെങ്കിലും ഡൽഹിയിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും എനി സെക്ഷൻ ഓഫ് ദ സിറ്റിസൺ രാജ്യത്ത് ഏത് പൗരന്മാരും റിസൈഡിംഗ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഓർ എനി പാർട്ട്, ഇന്ത്യയിലോ ഇന്ത്യയുടെ ഏതെങ്കിലും മേഖലയോ താമസിക്കുന്ന thereof having a distinct language, culture, script, ഭാഷാ സംസ്കാരം, ലിപി ഇതവർക്ക് വേറെ തന്നെ ഉണ്ടെങ്കിൽ shall have the right to conserve the same, അതങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കാൻ അവർക്ക് അവകാശമുണ്ട്. കൺസേർവ് എന്ന പദം ഭരണഘടനയിലെ പദം. വേറെന്തെല്ലാം പദം ഉപയോഗിക്കരുത്? എന്തിനെ കൺസേർവ് എന്ന് തന്നെ പറഞ്ഞത്? കൺസേർവിന്റെ പച്ച മലയാളം കേടുവരാതെ സൂക്ഷിക്കുക എന്നാണ്. നമ്മുടെ സംസ്കാരത്തെ കേടുവരാതെ സൂക്ഷിക്കാൻ ഭരണഘടന അവകാശം തന്നിട്ടുണ്ട്. സംരക്ഷിക്കാനല്ല, കേടുപോലും പറ്റാൻ പാടില്ല. ഒരു സാധനം സംരക്ഷിക്കുമ്പോൾ ചിലപ്പോൾ കേടൊക്കെ പറ്റിയതൊക്കെ വരും. കേടുപോലും പറ്റാൻ പാടില്ല. നമ്മുടെ അവകാശത്തിന് കേടുപറ്റാതെ സൂക്ഷിക്കാൻ മുസ്ലിമിന് മാത്രമല്ല എല്ലാവർക്കും അവകാശമുണ്ട്. ആ രാജ്യത്തെ ഏക സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ സംരക്ഷിക്കപ്പെടുകയല്ല, നശിപ്പിക്കുക ചെയ്യുക. ഇതിന് കാരണമായി പറയുന്ന വലിയ വിഷയം എന്താ? അതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നുന്നയിക്കുന്ന നമ്മളെ കുറിച്ചുള്ള ഏറ്റവും വലിയ അപകടം. സ്ത്രീകൾ കണ്ണീര് കുടിക്കുന്നു മുത്തലാഖ് കൊണ്ട്. മുത്തലാഖാണ് വില്ലൻ. മുത്തലാഖ് നിരോധിക്കാൻ വേണ്ടിയാണ് ശരീഅത്ത് മാറ്റുന്നത്. മുത്തലാഖ് എന്ന് പറയുമ്പോഴേക്ക് സകല ആൾക്കാരും പേടിച്ചുപോയി. പെണ്ണുങ്ങളും വിചാരിച്ചു മുത്തലാഖ് എന്താ. നമ്മളെ ആൾക്കാരും ചോദിച്ചു മുത്തലാഖ് എന്താണ്. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ 3 തൊലാഖ് എന്നതിന് അർത്ഥമുള്ളൂ, ബേജാറാ മാത്രമൊന്നുമില്ല. കോടതിയുടെ ഭാഷ ട്രിപ്പിൾ തൊലാഖ് എന്നാ. കോടതിയിൽ വിധി എഴുതുമ്പോൾ ട്രിപ്പിൾ തൊലാഖ് എന്ന് എഴുതുക, മുത്തലാഖ്. എന്താ ഇത് ഇത്ര വലിയ വിവാദമാക്കാൻ? അറിയാത്ത ആളുകൾ ആരോ ബഹളം വെച്ചു എന്നല്ലാതെ ഇതിലെന്താണ് ഇത്ര ബഹളം വെക്കാനുള്ളത്? 3 തൊലാഖ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് ഒരു പെണ്ണിനെ തൊലാഖ് ചൊല്ലാൻ പഴയ കാലഘട്ടത്തിൽ അനിയന്ത്രിതമായ അവകാശം ഉണ്ടായിരുന്നു. എത്ര തൊലാഖും ചൊല്ലാം. 10, 11, 12, 100, 1000. ആ കാലഘട്ടത്തിൽ പുരുഷനെ വരച്ച വരയിൽ നിർത്തി അവനെ നിയന്ത്രിച്ചതാണ് തൊലാഖ് 3. ഇത് സ്ത്രീകളെ പീഡിപ്പിക്കാനല്ല, പുരുഷനെ വരച്ച വരയെ നിർത്താനാണ്. പുരുഷനെ ശരിക്ക് പിടികൂടി അവനെ നിർത്തി. കാരണം പന്ത് തട്ടും പോലെ പെണ്ണുങ്ങളെ തട്ടിക്കളിച്ച് തൊലാഖ് ചൊല്ലി മടക്കിയെടുത്ത് കളിച്ചിരുന്ന കാലത്ത് അതിൽ നിന്ന് ഭിന്നമായി സ്ത്രീകളെ സംരക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു. അത്തൊലാഖ് മറത്താനി, മടക്കിയെടുക്കാൻ പറ്റുന്ന തൊലാഖ് 2 ഉള്ളൂ. 3ാമത്തെ തൊലാഖ് ചൊല്ലിയ പെണ്ണ് നിന്റെതല്ലാതാവും. കളി വേണ്ട, തൊലാഖ് കൊണ്ട് കളിക്കണ്ട. നീ ഒരു പെണ്ണിനെ തൊലാഖ് ചൊല്ലുന്നത് ഗുരുതരമായ വീഴ്ച കൊണ്ടാണെങ്കിൽ 1 വട്ടം ചൊല്ലിയാൽ നിനക്ക് യുദ്ധം കഴിയുമ്പോൾ മടക്കിയെടുക്കാം. ദേശമൊക്കെ തീരുന്നുവെങ്കിൽ നിനക്ക് യുദ്ധം കഴിഞ്ഞാൽ നിക്കാഹ് ചെയ്യാം. 2ാം തവണയും അങ്ങനെ സംഭവിച്ചാൽ ചെയ്യാം. 3ാം തവണ പറ്റൂല. അതുകൊണ്ട് 2 തവണ നീ അവിവേകം കാണിച്ചാൽ 3ാമത്തെ തവണയോടുകൂടി ബന്ധം പോയി.
ഈ 3 തൊലാഖും ഒരുമിച്ച് ചൊല്ലാൻ പാടില്ല. ഒരുമിച്ച് ചൊല്ലാൻ പാടില്ല. ചൊല്ലിയാൽ തൊലാഖ് പോകും. എങ്ങനെ? ഒരാൾ തൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യ പരസ്യമായി വ്യഭിചരിക്കുന്നത് കണ്ണിൽ കണ്ടു. അഭിമാനബോധമുള്ള ഒരു മനുഷ്യൻ ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് പറയും, നിന്നെ ഞാൻ 3 തൊലാഖും ചൊല്ലിയാ 3 പോയി. അങ്ങനെ ചൊല്ലേണ്ട കാര്യമില്ല. അവൾ ഒഴിവാക്കാൻ 1 തൊലാഖ് തന്നെ ചൊല്ലിയാൽ മതി. എന്നാ പിന്നെ കോംപ്രമൈസ് ചെയ്ത് മടക്കിയെടുക്കണമെങ്കിൽ അവസരം ഉണ്ടാവും. ഈ തൊലാഖ് 3 ഒന്നിച്ച് ഉപയോഗിച്ചാൽ 3 പോകുന്ന ഉറപ്പാണ്. പക്ഷെ ഒന്നിച്ച് ഉപയോഗിക്കാൻ പാടില്ല. അല്ലാതെ ഗൾഫിലോ മറ്റോ പോയി ഒരു കത്ത് എഴുതിയിട്ട് ഞാൻ 3 തൊലാഖും ചൊല്ലി പിരിച്ചിരിക്കുന്ന കത്തെഴുതുന്ന ഏർപ്പാടല്ല ഇസ്ലാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവിടെയാണ് ഇസ്ലാമിന്റെ വിവാഹത്തെക്കുറിച്ച് പഠിക്കേണ്ടത്. ഇതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് ഒരു ക്രൂരതയുമില്ല. എന്താ കാരണം? ഇസ്ലാമിന്റെ വിവാഹത്തെക്കുറിച്ച് പഠിച്ചിട്ട് വേണം തൊലാഖിനെ കുറിച്ച് പറയാൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ എങ്ങനെയാ വിവാഹം? ഒരാൾ ഒരു പെണ്ണ് കെട്ടാൻ ഉദ്ദേശിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ചാടിക്കേറി പെണ്ണ് കെട്ടലല്ല. അയാൾ ആദ്യം ചെയ്യേണ്ട പണി, ആ കുടുംബവും എൻ്റെ കുടുംബവും നമ്മൾ യോജിക്കുമോ എന്ന് നോക്കണം. അത് ബന്ധം സുദൃഢമായി നിലനിൽക്കാനാണ് ആദ്യം നോക്കേണ്ടത്. കഫാഅത്ത് എന്ന് പറയും, പെണ്ണുങ്ങൾക്കും അറിയാം. ആ പെൺകുട്ടി തൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന അതേ സൗകര്യം തൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ പറ്റുമോ? എന്നെങ്കിലും ബന്ധം നിലനിൽക്കും. അത് കൊടുക്കാൻ പറ്റുമോ എന്ന് ശരിക്കും പഠിക്കുക. അതിനാണ് കഫാഅത്ത് നോക്കുക എന്ന് പറയാം. അത് റെഡിയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ആ പെണ്ണിനെ പോയി കാണുക. ആ പെണ്ണിനെ കാണുക എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ അന്യ പെണ്ണിനെ നോക്കൽ ഹറാമാണ്. എന്നാൽ പെണ്ണ് കെട്ടാൻ ഉദ്ദേശിച്ചാൽ ഒരു മനുഷ്യൻ തൻ്റെ പ്രതിശ്രുത വധുവിനെ പോയി കാണൽ ഹലാലല്ല, സുന്നത്ത. ഹറാമ് ഹലാലാവുകയല്ല, സുന്നത്താവുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ മുമ്പിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മുഅയ്റത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹുമാ പറഞ്ഞു, നബിയേ, ഞാൻ ഒരു പെണ്ണിനെ വിവാഹാലോചന നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ചോദിച്ചു, അനദർത ഇലൈഹ, നീ പറയുന്ന ആ പെണ്ണിനെ നീ കണ്ടുവോ? മഹാനവർകൾ പറഞ്ഞു, ലാ, ഇല്ല നബിയെ, ഞാൻ അവളെ കണ്ടിട്ടില്ല, നോക്കിയിട്ടില്ല. പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചു കൊടുത്തു, ഉൻദുർ ഇലൈഹ, നീ പോയിട്ട് ആ പെണ്ണിനെ ശരിക്ക് കാണണം. അതെന്തിനാ? നിങ്ങൾ തമ്മിലുള്ള ബന്ധം സുദൃഢമായി നിലനിൽക്കാൻ അത് ഉപകരിക്കും മോനെ. അപ്പൊ നമ്മളൊരു പെണ്ണ് കിട്ടുമ്പോൾ പെണ്ണിനെ പോയി കൃത്യമായി കാണണം. അത് മാത്രം പോരെ, നമ്മളെ കുറിച്ച് നമ്മൾ വിലയിരുത്തണം. പെണ്ണ് കെട്ടാൻ പോകുന്നവൻ ചിന്തിക്കണം, തനിക്കൊരു പെണ്ണിനെ പോറ്റാൻ കഴിയുമോ? പെണ്ണിനെ പോറ്റാൻ കഴിയുന്നവൻ മാത്രം പെണ്ണ് കെട്ടിയാൽ മതി. എല്ലാവർക്കും പെണ്ണ് കെട്ടൽ പറ്റില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിക്കാഹിന്റെ സദസ്സിലോതുന്ന ആയത്ത് പഠിച്ചിട്ടില്ലേ? വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. വഅൻകിഹുൽ അയാമ മിൻകും, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട അയ്യിമുകൾക്ക് നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. അയ്യിം എന്നാൽ ഇണയില്ലാത്തവൻ. അയാമ അതിന്റെ ജമ്മാണ്, ബഹുവചനമാണ്. വഅൻകിഹുൽ അയാമ മിൻകും, ഈ ആയത്തിന്റെ തഫ്സീറിലുണ്ട്, വിവാഹം കഴിക്കുക എന്നത് പുരുഷന് 5 വിധികൾ ബാധകമാണ്. ഹലാലുണ്ട്, ഹറാമുണ്ട്, വാജിബുണ്ട്, സുന്നത്തുണ്ട്, കറാഹത്തുണ്ട്. വിവാഹം കഴിച്ചില്ലെങ്കിൽ വ്യഭിചാരത്തിന് പോകുമ്പോൾ തോന്നലുണ്ടെങ്കിൽ പെണ്ണ് കെട്ടൽ നിർബന്ധമാണ്. പെണ്ണ് കെട്ടിയേ പറ്റൂ. സൗകര്യമുണ്ട്, ആരോഗ്യമുണ്ട്. ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ അവന് ഒരു താല്പര്യവുമില്ല. അവന് വേണമെങ്കിൽ പെണ്ണ് കെട്ടാം, അത് ഹലാലാണ്. ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, അവനൊരു പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റാൻ ഇഷ്ടവുമാണ്. ഇണജീവിതത്തിൽ സൗകര്യമുള്ളവനാണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ പെണ്ണ് കെട്ടൽ സുന്നത്താണ്. ചിന്തിക്കണം നിങ്ങൾ, വിവാഹം കഴിക്കുന്ന മനുഷ്യന് നിർബന്ധ ആരാധന മുടങ്ങുമെന്നോ, പെണ്ണിനെ പോറ്റാൻ ഹറാമിന്റെ മാർഗത്തിൽ പണമുണ്ടാക്കേണ്ടി വരുമെന്നോ? കയ്യിൽ പണമില്ലാത്തവനാണ്, പാപ്പരാണ്, എന്നാൽ അവൻ പെണ്ണ് കെട്ടൽ ഹറാമാണ്. ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കട്ടപ്പെടുത്താൻ നോക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവർക്കും ഇസ്ലാമിൽ പെണ്ണ് കെട്ടൽ ഒരുപോലെയല്ല. ചാടിക്കേറി പെണ്ണ് കെട്ടി തൊലാക്ക് ചെല്ലുന്ന ഏർപ്പാട് ദീനിൽ പറ്റൂല. ചെയ്യുന്നവരില്ലേ, കള്ളു കുടിക്കുന്നവരുണ്ടല്ലോ, തോന്നിയ പോലെ തൊലാക്ക് ചെല്ലുന്നവരില്ലേ, വട്ടിപ്പലിശ വാങ്ങുന്നവരുണ്ടല്ലോ. അതൊന്നും ദീനിലെ സാമാന്യവൽക്കരണമല്ല.
ദീൻ എന്ന് പറഞ്ഞാൽ നിയമമാണ്, നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. അവനാണ് മുഅ്മിൻ. തിൽക ഹുദൂദുല്ലാ, അത് പടച്ചറബിൻ്റെ പരിധിയാണ്. അതിനെ ലംഘിക്കുന്നവൻ ലാലിമാണ്, അത് ലംഘിക്കുന്നവൻ അക്രമകാരിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ ഓർക്കണം. എന്നിട്ട് നമ്മൾ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് മഹർ കൊടുത്ത് പെണ്ണ് കെട്ടുമ്പോൾ സവ്വജ്തുക വ അൻകഹ്തുക എന്ന് പറഞ്ഞാൽ, ഖബിൽതു മിൻക നികാഹഹ എന്ന വരൻ ഒരു വാക്കുച്ചരിച്ചാൽ, ഖബിൽതു ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, മിൻക നിങ്ങളെ കയ്യിൽ നിന്ന്, ബാപ്പാന്റെ അല്ലെങ്കിൽ വലിയന്റെ കയ്യിൽ നിന്ന്, നികാഹഹ ചെറിയ വാക്കല്ല മക്കളെ അത്. ആ വാചകം പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ആ പെണ്ണിനെ ഞാൻ മരണം വരെ പോറ്റാമെന്ന വാക്കാണ് ആ കൊടുത്തത്. ആ പെണ്ണിന് എൻ്റെ ജീവാന്ത്യം വരെ പോറ്റാനെന്ന വാക്കാണ് ആ കൊടുത്തത്. അവൾക്ക് അന്നം കൊടുക്കാം, വസ്ത്രം കൊടുക്കാം, ഞാൻ ചെയ്യുന്നത് പോലെ അവൾക്ക് സൗകര്യം ചെയ്യാം. ഖുർആൻ ആ പറഞ്ഞത് വഖദ് അഖദന മിൻകും മീസാഖൻ ഗലീളാ, വഖദ് അഖദന മിൻകും മീസാഖൻ ഗലീളാ. ആ പെണ്ണ് നിങ്ങളെ കയ്യിൽ നിന്ന് ഗുരുതരമായ ഒരു പ്രതിജ്ഞയാണ് വാങ്ങിയത്. അതിഗൗരവമായ ഒരു പ്രതിജ്ഞയാണ് ആ പെണ്ണ് നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ചിന്തിക്കണം നിങ്ങൾ. ആ പെണ്ണിന് കൊടുത്ത വാക്ക് ചെറുതല്ല കേട്ടോ. ആ പെണ്ണിന് കൊടുത്ത വാക്ക് ഗൗരവതരമാണ് കേട്ടോ. അള്ളാഹുവിന്റെ തിരുദൂതനാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വലാത്തൊന്നും ഉറക്കെ ചൊല്ലിക്കോളി. അതുകൊണ്ടൊരു കുഴപ്പം പറ്റൂല. റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ടില്ല, ഞാൻ കഴിഞ്ഞാലും പേടിക്കണ്ട. പരിശുദ്ധ തിരുദൂതര് പറയാൻ ലൈംഗിക ബന്ധം അനുവദിക്കുന്ന കരാറാണ് ഭൂമിയിൽ വെച്ചൊരു മനുഷ്യൻ പാലിക്കേണ്ട ഏറ്റവും വലിയ കരാർ. ആ കരാർ നമ്മളൊക്കെ പാലിച്ചേ പറ്റൂ. പെണ്ണിന് കൊടുത്ത വാക്ക് പാലിക്കണം, അല്ലാത്ത മനുഷ്യനല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച ഒരു പെണ്ണിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ശരിക്കും പോറ്റി ആ ബന്ധം നിലനിൽക്കാനാ പറയുന്നത്. എന്നാലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഉമ്മാന്റെ വയറ്റിൽ പറഞ്ഞ ആങ്ങളെയും പെങ്ങളും തമ്മിൽ തല്ലാറുണ്ട്, സംഗതി ശരിയല്ലെങ്കിലും. ഇത് രണ്ട് ഉമ്മാന്റെ വയറ്റിൽ പറഞ്ഞ രണ്ട് വാപ്പാക്ക് പറഞ്ഞ രണ്ട് മക്കൾ ഒരുമിക്കുകയാണ്. രണ്ട് തറവാട്ടുകാരാ, ചിലപ്പോൾ രണ്ട് നാട്ടുകാരാ. അവർ ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായി ഉണ്ടായേക്കാം, ചിലപ്പോൾ ഉണ്ടാവില്ല. ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തന്നെ തൊലാക്ക. ആര് പറഞ്ഞു? അങ്ങനെ തൊലാക്ക് ചെല്ലാൻ ഇസ്ലാമിൽ ഒരു അനുമതിയില്ല. അഭിപ്രായ വ്യത്യാസത്തിന്റെ തുടക്കത്തിൽ തൊലാക്ക് ചെല്ലാൻ ഇസ്ലാമിൽ ഒരു അനുമതിയില്ല. ഇസ്ലാം പറയുന്നു 4 നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 5ാമത്തെ സ്റ്റെപ്പാണ് തൊലാക്ക്. 4 സ്റ്റെപ്പ് കയറി 5ാമത്തെ സ്റ്റെപ്പാ തൊലാക്ക്. ഈ സ്റ്റേജിലേക്ക് കയറാൻ ഒരു കോണി വെച്ചിട്ടുണ്ട്. ആ കോണിമ കൂടെ കയറി ഇങ്ങനെ വരല മാന്യത. ഒരുത്തം വന്ന് നേരെ ചാടി കയറി ആട് കയറും പോലെ കയറി അവനക്ക് എത്തും ഉറപ്പാണ്. എന്ന പോലെ ഒരുത്തൻ ഈ 4 സ്റ്റെപ്പ് ഒഴിവാക്കി ഒറ്റ തൊലാക്കൻ ചെല്ലിയാലോ പെണ്ണുമായിട്ടുള്ള ബന്ധം വേർപ്പെടും. അതൊരു മൃഗത്തിന്റെ സ്വഭാവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്റ്റേജിലേക്ക് മനുഷ്യന്മാരിത് ഈ സ്റ്റെപ്പോടല്ലോ പുറത്തു കൂടെ കയറുമല്ലോ, ഒരു മനുഷ്യൻ കയറൂല. അപ്പൊ മനുഷ്യൻ ചെയ്യേണ്ട പണിയല്ലത്. ഏതാ 4 സ്റ്റെപ്പ്? 1 ഫഅ്ലോഹുന്ന, ഭാര്യയ്ക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവളെ പറ്റിയ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പൊ അവൾ ഇങ്ങോട്ട് സംസാരിക്കുമല്ലോ, 2 കൂട്ടരും പരസ്പരം സംസാരിച്ച് ചർച്ച ചെയ്ത് തീർക്കത് മനുഷ്യത്താ. അതുകൊണ്ട് നന്നാവുന്നില്ലെങ്കിൽ വഹ്ജുറൂഹുന്ന ഫിൽ മദാജി, കിടപ്പറയിലൊന്ന് അകറ്റി നിർത്തുക, ബെഡ്റൂമിലൊന്ന് അകറ്റി നിർത്തിയാൽ മതി. ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, സംസാരിക്കാതിരിക്കരുത്, പീഡിപ്പിക്കരുത്, പേടിപ്പിക്കരുത്. ബെഡ്റൂമിലൊന്ന് അകന്ന് നിൽക്കുക. എല്ലാ ലോഗ്യമുണ്ട്, ഭക്ഷണമുണ്ട്, സംസാരമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ബെഡ്റൂമിൽ ഇവിടെ അകന്ന് നിൽക്കുക. അപ്പോൾ അവൾക്കൊരു മാനസിക പ്രയാസം വരും. വഹ്ജുറൂഹുന്ന ഫിൽ മദാജിയാണ്. ബെഡ്റൂമെന്ന് പുറത്താക്കാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു ബെഡിന്റെ അങ്ങേ തലക്ക ഭാര്യ, ഇങ്ങേ തലക്ക പെണ്ണും പുരുഷനും കിടന്നോക്ക്. 1 മണിക്കൂറോ അരമണിക്കൂറോ പിടിച്ച് കിടന്നോക്ക്. കുറേ കഴിയുമ്പോൾ തോണ്ടുമ്പോൾ സംഗതി മുന്നോട്ട് പോകും. ഉറപ്പാ, മനുഷ്യന്മാരല്ലേ. പ്രശ്നം തീരും ഇല്ലെങ്കിൽ തീർക്കും. അതുകൊണ്ടും തീരുന്നില്ലെങ്കിൽ 3ാമത്തെ വാശി കൂടുതലാണെങ്കിലോ വദരി പോകുന്ന, ചെറുതായിട്ട് ശിക്ഷിക്കാം. ചെറുതായിട്ട് തന്നെ പറയാം. ഒയറുമുപരി അടിക്കാൻ പാടില്ല. എങ്ങനെ? പാട് വീഴുന്ന വിധത്തിൽ അടിക്കാൻ പാടില്ല. ലർബാന്ന് കേൾക്കുമ്പോഴേക്കും ലാത്തി ചാർജ് പാസ്സാക്കണ്ട. അങ്ങനെ ചെയ്താൽ കുഴപ്പം. വഴുതൂഹുന്ന എന്ന് പറഞ്ഞാൽ വഴുതു പറയാന്ന അർത്ഥം. ഭാര്യയായിട്ട് പണുങ്ങുമ്പോഴേക്കും പള്ളിയിൽ നിന്ന് ഉസ്താനെ നിശ്ചയിച്ച് മൈക്ക് സെറ്റും നിശ്ചയിച്ച് വരേക്ക് വേണ്ട. അവിടെ വഴുതൊന്നും വേണ്ട, നിങ്ങൾ ഉപദേശിച്ചാൽ മതി. എന്ന പോലെ വദരി പൂഹുന്ന എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളൂ. ഇത് 3ഉം ചെയ്തിട്ട് ഫലിക്കുന്നില്ലെങ്കിൽ 4ാമത്തെ ഘട്ടം വബഅതു ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ, 2 കുടുംബത്തിലെയും നീതിമാന്മാരായ 2 ആളുകളെ തെരഞ്ഞെടുക്കുക.
അത് കാദിക്ക് തിരഞ്ഞെടുക്കാന്ന്. നിക്കാഹ് കഴിച്ചു കൊടുത്ത കാദിയൻ ഉണ്ടാവും അവിടെ, അല്ലെങ്കിൽ പള്ളിയിൽ വേറെ കാദി വന്നിട്ടുണ്ടാവും. കാദി ഇടപെട്ട് രണ്ട് കുടുംബത്തിലെ നീതിമാന്മാരെ നിശ്ചയിച്ചിട്ട് മക്കളെ കൂട്ടി ചർച്ച ചെയ്യാം. അവന്റെ കുടുംബത്തിൽ നിന്നും അവളുടെ കുടുംബത്തിൽ നിന്നും കാരണവന്മാർ വരിക, എന്നിട്ട് വിശദമായ ചർച്ച സംഘടിപ്പിച്ച് മക്കളെ കയ്യിൽ സംഭവിച്ച അപകടങ്ങളെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇത് പറഞ്ഞ സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ടാകുന്ന അതാ നമ്മൾ പഠിക്കേണ്ടത്. ഇത് പറഞ്ഞ സ്ഥലത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഈ യുരീദാ ഇസ്ലാഹ യുവഫിഖില്ലാഹു ബൈനഹുമാ, ഈ യുരീദാ ഇസ്ലാഹ യുവഫിഖില്ലാഹു ബൈനഹുമാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ബന്ധം നല്ല നിലക്ക് കൊണ്ടുപോകാൻ ഉദ്യമിക്കുന്നുവെങ്കിൽ പടച്ച തമ്പുരാൻ അവരെ രണ്ടുപേരെയും യോജിപ്പിക്കുക തന്നെ ചെയ്യും. അല്ല നല്ലത് ഉദ്ദേശിച്ചാൽ ആ ബന്ധം മുന്നോട്ട് പോകും. അവിടെ നമ്മൾ മറുവശം ചിന്തിക്കണം. 4 പണി ഇവൻ ചെയ്തു, 1 ഉപദേശിച്ചു, 2 കിടപ്പറ വെടിഞ്ഞു, 3 അടിച്ചു, 4 കുടുംബത്തിലെ കാരണവന്മാർ വന്നുകൊണ്ട് ചർച്ച ചെയ്തു. എന്നിട്ടും നന്നാകുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, ഇത് ഒത്തുപോകാൻ പടച്ചറബിന്റെ തൗഫീഖില്ല. തൗഫീഖില്ലെങ്കിൽ പിന്നെ പിരിയല നല്ലത്. അപ്പോഴാണ് ഒരു തൊലാക്ക് 5-ാം സ്റ്റെപ്പ് കുടുങ്ങിയിട്ടാ ചെയ്യുന്നത്. 5-ാമത്തെ സ്റ്റെപ്പാണ് തൊലാക്ക്. അതുകൊണ്ടും അവസാനിക്കുന്നില്ല. 3 മാസം കാത്തിരിപ്പിന്റെ സമയമുണ്ട്. ആ 3 മാസത്തിനിടയ്ക്ക് പെണ്ണിന് നീ ചെലവ് കൊടുക്കണം. ആ പെണ്ണിന് നീ വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് നിനക്ക് വേണമെങ്കിൽ 3 മാസത്തിനുള്ളിൽ ആ പെണ്ണിനെ തിരിച്ചെടുക്കാം. 6-ാമത്തെ സ്റ്റെപ്പ്, 6 പടി കഴിഞ്ഞിട്ടേ പെണ്ണ് നിന്റെതല്ലാതാകുന്നുള്ളൂ. 6 പടി കഴിഞ്ഞിട്ടേ പെണ്ണ് നിന്റെതല്ലാതാകുന്നുള്ളൂ. എന്തൊരു പ്രശ്നമാണ് ഇതിലുള്ളത്. ഇത് ചെയ്യുമ്പോഴേക്കും കുടുംബത്തിൽ തൊലാക്കുണ്ടാകുമോ? മാത്രമല്ല, ഈ തൊലാക്ക് ചൊല്ലുമ്പോൾ തന്നെ പുരുഷന്മാർ ഓർക്കണം. തൊലാക്ക് ചൊല്ലുമ്പോൾ പുരുഷന്മാർ ഓർക്കണം, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു, വഇൻ അസമു ത്വലാഖ്, നിങ്ങളെങ്ങാനും ഇണയായി ജീവിച്ച ഒരു പെണ്ണിനെ തൊലാക്ക് ചൊല്ലാൻ ഉറപ്പിച്ചാൽ ഫഇന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല സമീഉമാണ് അലീമുമാണ്, എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. എന്തിനാണ് ആ വാചകം അവിടെ പറഞ്ഞത്? അല്ലാഹ് സമീ ആണ് അലീമാണ് എന്ന് ചെറുപ്പത്തിലെ പഠിച്ചവനോട് പിന്നെന്തിനാ തൊലാക്ക് ചെല്ലുമ്പോൾ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞത്? അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട് എന്നാൽ അതിന്റെ അർത്ഥം എന്താ? ഈ പാവപ്പെട്ട പെണ്ണിനെ തൊലാക്ക് ചൊല്ലി നീ പിരിച്ചയക്കുമ്പോൾ അവളെ കയ്യിൽ ഗുരുതരമായ തെറ്റില്ലാതെ ആ പാവത്തിന് നീ വെറുതെ കത്തെഴുതി തൊലാക്ക് ചെല്ലുകയാണെങ്കിൽ, അയൽപക്കക്കാരോ വിരോധികളോ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയ തെമ്മാടിത്തം കേട്ടുകൊണ്ട് നീ തൊലാക്ക് ചെല്ലുകയാണെങ്കിൽ, ആ പെണ്ണ് പാവമാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ആ പെണ്ണിനെ കുറിച്ച് പരാതിപ്പെട്ടതിന്റെ പേര് നീ കണ്ടറിയാതെ പഠിക്കാതെ തോന്നിയ പോലെ തൊലാക്ക് ചെല്ലുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ സമീഉൻ അലീം, മോനെ പടച്ചറബ് ഇതൊക്കെ അറിയുന്നുണ്ട് കേട്ടോ, പൊന്നു മോനെ പടച്ചറബ് ഇതൊക്കെ ശരിക്ക് കാണുന്നും കേൾക്കുന്നുമുണ്ട്. നാളെ പടച്ചവന്റെ കോടതിയിൽ പെണ്ണിന്റെ കണ്ണീരിന് നീ കണക്ക് പറയേണ്ടി വരുമടാ. എന്താണ് ആ പറഞ്ഞ വാക്ക്? തൊലാക്ക് ചെല്ലാൻ തോന്നുമോ പുരുഷന്? തമ്മാടിത്തം പെണ്ണിന്റെ കയ്യിൽ ശരിക്ക് ബോധ്യപ്പെടാതെ തൊലാക്ക് ചൊല്ലുമോ? മാത്രമല്ല, പടച്ചവന്റെ പരിശുദ്ധ തിരുദൂതര് പഠിപ്പിച്ചു, അബ്ഗദുൽ ഹലാലാണ്, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള പണിയാണ് തൊലാക്ക്. തസവ്വജൂ വലാ തുതല്ലിഖൂ, നിങ്ങൾ തൊലാക്ക് ചെല്ലല്ലേ, നിക്കാഹ് കഴിച്ചോളൂ. അങ്ങനെ നിങ്ങൾ തൊലാക്ക് ചൊല്ലിയാൽ യഹ്തസ്സു ബിഹി അർശുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അർശിങ്ങനെ കുലുങ്ങും. നിങ്ങൾ പടച്ചറബിന്റെ ഈ ഭൂമുഖത്ത് വെച്ച് ഒരു പെണ്ണിനെ തൊലാക്ക് ചെല്ലുമ്പോൾ അള്ളാഹിന്റെ അർശിങ്ങനെ കുലുങ്ങും. അത്ര പടച്ചറബിന് വെറുപ്പുള്ള പണിയാണ് തൊലാക്ക്. ഈ തൊലാക്കിനെയാണോ തൽപര കക്ഷികൾ വിമർശിക്കുന്നത്? ഇതിനെയാണോ ജഡ്ജിമാര് വിമർശിക്കുന്നത്? ഇതിനെയാണോ ജഡ്ജിമാര് തമ്മാടിത്തമെന്ന് പറയുന്നത്? ഇസ്ലാമിന്റെ തൊലാക്കിന് അത്ര ശ്രദ്ധിക്കണം. മാത്രമല്ല, ലോകത്തിന്റെ നെറുകയിൽ ഈ സമൂഹം മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഹജ്ജത്തുൽ വദാഇൽ പരിശുദ്ധ തിരുദൂതര് പഠിപ്പിച്ചു. 23 കൊല്ലക്കാലത്തെ പ്രബോധ ദൗത്യത്തിന്റെ അന്ത്യം അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അർഫയിൽ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിൽ നിസ്കരിക്കാനല്ല, നോമ്പ് നോൽക്കാനല്ല, സക്കാത്തിനല്ല പറഞ്ഞത്. അതെന്താ കാരണം? അതൊക്കെ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ജീവിക്കണമെന്നാണ് പറഞ്ഞത്. ഭൗതിക ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എങ്ങനെ? നിങ്ങൾ രക്തം ചിന്തരുത്, നിങ്ങൾ പരസ്പരം ഗോത്രമഹിമ കാണിക്കരുത്, നിങ്ങൾ ഉയർന്നവനും താഴ്ന്നവനുമാണെന്ന് നടിച്ചുകൊണ്ട് തമ്മിലടിക്കരുത്. ആ കൂട്ടത്തിൽ ഉപദേശത്തിന്റെ കൂടെ ചേർത്തു, അലാ ഇന്നലക്കും അലാ നിസാഇക്കും ഹഖൻ വലി നിസാഇക്കും അലൈക്കും ഹഖാ, ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും ചില കടമകളും കടപ്പാടുകളുമുണ്ട്.
ഖുർആൻ ഒന്നുകൂടി പരത്തി പറഞ്ഞു, വലകുന്ന മിത്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. ആണുങ്ങളോട് പെണ്ണുങ്ങൾ പെരുമാറും പോലെ നല്ല നിലക്ക് പെണ്ണുങ്ങളോട് അങ്ങോട്ടും പെരുമാറണേ, അങ്ങോട്ടും നല്ല പെരുമാറ്റം കൊടുക്കണം. ഒരു പുരുഷന്റെ സ്വഭാവത്തിന്റെ അളവുകോൽ എന്താ? നല്ല കുപ്പായമിട്ട് സ്റ്റേജിൽ വന്നിരിക്കുമ്പോൾ നോക്കുന്ന കോലമാണോ? കോലം അല്ല. അവൻ നല്ല പൗഡർ ഇട്ട് എനിക്ക് നല്ല അച്ചടി ഭാഷ പറഞ്ഞ് അങ്ങാടിയിൽ വിലസുമ്പോഴാണോ അതിന്റെ കോലം? അല്ല. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി. ആരാണോ തന്റെ കുടുംബത്തോട് പെണ്ണുങ്ങളോട് നന്നായി പെരുമാറുന്നവൻ അവനാണ് നല്ല സ്വഭാവമുള്ളവൻ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ആ കുടുംബത്തോടുള്ള പെരുമാറ്റ മാനദണ്ഡ അളവുകോല് പോലും അതാ. ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ? അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ച പോലെ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഫംസിഖൂഹുന്ന ബിമഅറൂഫിൻ ഔ സദ്ദിഖൂഹുന്ന ബിമഅറൂഫ് വലാ തുംസിഖൂഹുന്ന ദിറാറാ. ഫംസിഖൂഹുന്ന ബിമഅറൂഫ്. നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ നല്ല നിലക്ക് കൂടെ നിർത്തുക. നല്ല നിലക്ക് ഭാര്യമാരെ കൂടെ നിർത്താൻ അങ്ങനെ അവർക്ക് എന്താ ചെയ്തു കൊടുക്കേണ്ടത് എന്ന് സ്വഹാബത്ത് ചോദിച്ചു. പരിശുദ്ധ പ്രവാചകൻ, ഞാൻ ദീർഘിപ്പിച്ചതിലൂടെ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഷമീർ ദാരിമിയുടെ പ്രസംഗം ഇവിടെ ഉണ്ടാവും, അദ്ദേഹം വന്നില്ലേ? എവിടെയുണ്ട്? ഞാൻ എൻ്റെ സമയത്ത് നിർത്തും, പിന്നെ അദ്ദേഹം പൂർത്തിയാക്കും. കാരണം ഞാനൊരു മണിക്കൂറേ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറയാണ്, ഫംസിഖൂഹുന്ന ബിമഅറൂഫിൻ ഔ സദ്ദിഖൂഹുന്ന ബിമഅറൂഫ് എന്നതിന്റെ വിശദീകരണത്തിൽ നബി തങ്ങൾ പറയുന്നു, ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ പഠിപ്പിക്കുന്ന കാര്യം എന്താ? അള്ളാഹുവിന്റെ തിരുദൂതർ കൃത്യമായി പഠിപ്പിക്കുന്നത് എന്താ? നബി തങ്ങൾ പറയുന്നു, നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അള്ളാഹുവിന്റെ തിരുദൂതരെ ഞങ്ങൾ സ്ത്രീകൾക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു കൊടുക്കുന്നു, സ്ത്രീകൾക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ മറുപടി എന്താണ്? അലാ വഹഖുഹുന്ന അലൈക്കും അൻ തുഹ്സിനൂ ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വഫീ തുആമിഹിന്ന. എന്തൊരു നല്ല വാക്കാണ് തിരുദൂതർ പറഞ്ഞത്. അലാ വഹഖുഹുന്ന അലൈക്കും, നിങ്ങൾക്ക് നിങ്ങളെ പെണ്ണുങ്ങളോടുള്ള കടപ്പാടെന്താ? അൻ തുഹ്സിനൂ ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വഫീ തുആമിഹിന്ന. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം എന്നിവ നിങ്ങൾ സ്ത്രീകൾക്ക് കൊടുക്കണം. നിങ്ങളെ ഭാര്യമാർക്ക് നിങ്ങൾ നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും കൊടുക്കണം. അത് നിർബന്ധമാണ്. അത് കൊടുക്കാൻ കഴിയാത്തവൻ പെണ്ണ് കെട്ടാൻ പോകണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ടില്ലേ? അത് നിങ്ങളെ കടമയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കടമ ശരിക്കും നമ്മൾ നിർവഹിച്ചേ പറ്റൂ. നിർവഹിച്ചില്ലെങ്കിൽ പടച്ചോ നമ്മളോട് ചോദിക്കും, പെണ്ണുങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതാ. രണ്ടാമതായി പറഞ്ഞു ഔ സദ്ദിഖൂഹുന്ന ബിമഅറൂഫ്. പെണ്ണിന്റെ കയ്യിൽ ഗുരുതരമായ തെറ്റ് കണ്ടാൽ പിരിച്ചയക്കേണ്ടതാണെങ്കിൽ നീ നല്ല നിലക്ക് പിരിച്ചയച്ചോ. അവൾക്ക് കൊടുത്ത മഹറിന്ന് ഒരു പൈസ നീ തിരിച്ചു വാങ്ങാൻ പാടില്ല. അവൾക്ക് എത്രയാണോ മഹർ നിശ്ചയിച്ച് ഒറ്റ പൈസ തിരിച്ചു വാങ്ങാൻ പാടില്ല. ആ നഷ്ടം പുരുഷൻ സഹിക്കണം. ചില കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങൾക്ക് തൊലാക്ക് നേരിട്ട് ചൊല്ലാൻ അവകാശം കൊടുക്കാത്തത് ഇതുകൊണ്ടാണ്. നഷ്ടം ആണിനാണ്, ലാഭം പെണ്ണിനാണ്. അതുകൊണ്ട് പെണ്ണിന് തൊലാക്കിന്റെ അധികാരം സ്വന്തം കൊടുത്തില്ല. ഫസ്ക് കൊടുത്തപ്പോൾ കാദിക്ക് ബോധ്യപ്പെടണമെന്നൊരു നിബന്ധനയും കൂടി വെച്ചു. ഹുൽആയപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും വെച്ചു. നേരെ മറിച്ച് നേരെ പുരുഷൻ ചൊല്ലും പോലെ തൊലാക്കെല്ലാം പറ്റൂല. എന്താ കാരണം? നമ്മുടെ ഈ കണ്ണൂരോ മലപ്പുറം ഒന്നും കാണണ്ട. അറണ്ടാക്കലും പൈസ കൊടുക്കലും സ്ത്രീധനം കൊടുക്കലൊന്നും ദുന്യാവിലില്ല. നേരെ മറിച്ചോ അതൊക്കെ ചെയ്യേണ്ടത് പുരുഷനാണ്. നിങ്ങൾ അറബ് നാട്ടിലേക്ക് നോക്ക്, 1,00,000 ദിർഹം 2,00,000 ദിർഹമൊക്കെയാണ് മഹർ ഒരു പെണ്ണിന്. ഒരു സാധാരണ അറബി കുടുംബത്തിലെ പെണ്ണിന് 1,00,000 ദിർഹമെങ്കിലും മഹർ കൊടുത്തെങ്കിലേ കല്യാണം നടക്കുള്ളൂ. ഈ 1,00,000 ദിർഹം മഹർ വാങ്ങിയ പെണ്ണ് 4 ദിവസം കഴിഞ്ഞ് ഇവനാണ് തൊലാക്കിൽ പോയാലോ ഓക്ക് ലാഭമായി. വേറെ പെണ്ണ് കിട്ടിയാലോ അവൾക്ക് പിന്നെയും മഹർ കിട്ടി. ഈ ഒരു അവസ്ഥയിൽ പെണ്ണ് ലാഭിക്കുമെന്നത് കൊണ്ട് ആ അവകാശം പെണ്ണിന്റെ കയ്യിൽ കൊടുത്തില്ല. സാമ്പത്തിക ചൂഷണം ഉണ്ടാകാൻ പാടില്ല. പുരുഷന്റെ കൈ കൊടുത്ത് അവന് നട്ടാണ്. അവൻ തൊലാക്കില്ല, അവൻ്റെ 1,00,000 ദിർഹമാണ് പോവും. അവൻ 5 പവന്റെ മാലയാണ് പോവും. പക്ഷേ ഈ തൊലാക്ക് പുരുഷൻ ചെല്ലുമ്പോഴും ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ വെച്ചു. ആ നിബന്ധന വെച്ചുകൊണ്ട് മാത്രം തൊലാക്കെല്ലാം പാടുള്ളൂ എന്ന് വെച്ചു. ആ തരത്തിൽ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ പറഞ്ഞേക്കുമ്പോൾ ശ്രദ്ധിക്കണം, വലാ തുംസിഖൂഹുന്ന ദിറാറാ, വലാ തുംസിഖൂഹുന്ന ദിറാറാ. നീ ഒരു പെണ്ണിനെ ദ്രോഹിക്കാൻ വേണ്ടി കൂടെ നിർത്തണ്ട. പാഠം പഠിപ്പിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണിനെ കൂടെ നിർത്തണ്ട. അവളെ പീഡിപ്പിക്കണ്ട. സ്ത്രീ പീഡനം വേണ്ട. ഒരു തരത്തിലും അവളെ നീ ബുദ്ധിമുട്ടിക്കണ്ട.
ഇന്നിപ്പോൾ കുടുംബ കോടതിയിലൊക്കെ എന്താ നടക്കുന്നത് പോയി നോക്കുന്നത്? പച്ച കള്ളല്ലേ കുടുംബ കോടതിയിലൊക്കെ വിളിച്ചു പറയുന്നത്? ആണും പെണ്ണും തമ്മിൽ തെറ്റി കുടുംബ കോടതിയിൽ നഷ്ടപരിഹാരത്തിന് വേണ്ടി രണ്ട് കൂട്ടരും വക്കീലന്മാർ പഠിപ്പിച്ചു കൊടുത്ത നുണ തത്ത പറയും പോലെ പറയണം. ഒരു കുടുംബ കോടതിക്കും ഇസ്ലാമിനെ പോലെ കാര്യം തീർപ്പാക്കാൻ പറ്റൂല. അള്ളാഹിന്റെ നിയമത്തിന്റെ മേൽ ഒരു കോടതി ഉണ്ടാവില്ല. നിങ്ങൾ ഏതെങ്കിലും കുടുംബ കോടതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വക്കീലിനെ കണ്ട് ചോദിച്ചു നോക്കുക, മുഴുവൻ കളവായിരിക്കും അവതരിപ്പിക്കുന്നത്, പച്ചക്കള്ളം. ഇല്ലാത്ത കാര്യം എഴുതി പിടിപ്പിച്ചുകൊണ്ട് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി ആണും വാദിക്കും പെണ്ണും വാദിക്കും. സത്യത്തിൽ അതൊന്നും ദീനിന് ചേർന്നതല്ല. നല്ല നിലയ്ക്ക് എങ്ങനെ ജീവിക്കണം, നല്ല നിലയ്ക്ക് എങ്ങനെ പിരിയണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു കുറവുമില്ല. അതൊന്നും ഭൗതിക കോടതിയിലേക്ക് കെട്ടി വലിക്കേണ്ടതല്ല. ഖാദിയും ബന്ധപ്പെട്ടവരും തീർത്താത്തിരുന്ന പ്രശ്നമേ നമ്മൾക്കിടയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ വെച്ച് തന്നെ തീർക്കാൻ കഴിയണം. ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പല കുടുംബ കോടതിയിലും എത്തുമ്പോഴാണ് നമ്മുടെ സമുദായത്തിന്റെ തൊലാക്ക് വലിയ ചർച്ചാ വിഷയമാകുന്നത്. ഇവിടെ ജാതക ദോഷം കൊണ്ട് വിവാഹം നടക്കാത്ത എത്ര പെൺകുട്ടികളുണ്ട് അന്യമതത്തിൽ? ആർക്കും ചർച്ചയില്ലല്ലോ. ജാതക ദോഷം കൊണ്ട് വിവാഹം നടക്കാത്ത പെൺകുട്ടികൾ മൂത്ത് നരച്ച് മരവിച്ച് നിൽക്കുന്നില്ലേ? അതിന്റെ പേരിൽ കൊലപാതകം വരെ നടക്കാറില്ലേ? അവിഹിതം നടക്കാറില്ലേ? മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ഈയിടെ ഒരു പെണ്ണ് മരണപ്പെട്ടത് അവിഹിത വീഴ്ചക്കിടയിലുണ്ടായ പ്രശ്നത്തിന്റെ പേരിലാണ്. ആ പെണ്ണിന്റെ ചരിത്രം പത്രം എഴുതി. അവൾ ഏകദേശം 40 വയസ്സോളമായി. വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല, കാരണം ജാതക ദോഷമാണ്. ആർക്കും പരാതിയില്ലല്ലോ, ആർക്കും പരാതിയില്ല. സിനിമാ നടന്മാർ മുതൽ ഉന്നതരായ ആളുകൾ വരെ ബന്ധം പിരിക്കുന്നു. വലിയ വലിയ ആളുകൾ വിവാഹമോചനം നടത്തുന്നു, പ്രശ്നമില്ല. കേരള നിയമസഭയിലെ മുൻ മന്ത്രിയായിരുന്ന ആളും സിനിമാ താരം വിവാഹമോചനം നടത്തി. സിനിമാ നടന്മാർ പലരും വിവാഹമോചനം നടത്തി, പരാതിയില്ല. മുസ്ലിം വിവാഹമോചനം നടത്തിയാലേ പ്രശ്നമുള്ളൂ. ഇസ്ലാമിൽ വിവാഹവും വിവാഹമോചനവും വ്യവസ്ഥാപിതമാണ്. നമ്മളും കുറെ മാന്യത പാലിക്കണം. നമ്മുടെ ചില ചെറുപ്പക്കാർ ഗൾഫിലൊക്കെ പോയി പെട്ടെന്നൊരു കത്തെഴുതി തൊലാക്കില്ലാറുണ്ട്, പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കാറുണ്ട്. അവിടെയാണ് ഖുർആന്റെ ഭാഷ. വൈൻ അസമുത്തൊലാക ഫഇന്നല്ലാഹ സമീഉൻ അലീം. പൊന്നുമോനെ, നീ അങ്ങനെ ചെയ്താൽ പടച്ചറബ് ഇത് കാണുന്നുണ്ട് കേട്ടോ, അല്ലാഹ് അറിയുന്നുണ്ട് കേട്ടോ. ആ ബോധം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൈമുറുകെ പിടിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. അപ്പോഴേ നമുക്ക് ദീൻ എന്തെന്ന് തിരിയൂ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ അത്തരം അവിവേകമുണ്ടാകാൻ പാടില്ല. പെണ്ണിന് ഇസ്ലാം വലിയ പദവി കൽപ്പിച്ചിട്ടുണ്ട്. എത്ര വലിയ പദവിയാ പെണ്ണിന് കൊടുത്തത്. ചിലരൊക്കെ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുക, നടക്കൂല. സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞ സംഗതി ദുന്യാവിൽ നടക്കൂല. എന്താ കാരണം? സമത്വം എന്ന് പറയുന്ന പരിഗണന മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടും എങ്ങനെ തുല്യാവുക? ലോകത്തെ ഭൗതികന്മാർ പറഞ്ഞോ? ഇല്ലല്ലോ. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പ്രശ്നം തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ്, ശരീഅത്ത് പ്രശ്നം കത്തുന്നതിൻ്റെ അല്പം മുമ്പ് ഒരു നീണ്ട പഠനം നടന്നു. 144 രാജ്യങ്ങളിൽ നീണ്ട പഠനം നടത്തിയ റിസൾട്ട് വന്നു. അത് നടത്തിയത് വേൾഡ് എക്കണോമിക് ഫോറമാണ്. വേൾഡ് എക്കണോമിക് ഫോറം അതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. അവർ ആണും പെണ്ണും തുല്യമാണോ എന്നൊരൊറ്റ വിഷയമാണ് പഠിച്ചത്. പഠിക്കാൻ ചില ഡാറ്റ എടുത്തു. സാമ്പത്തിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത്. ഇങ്ങനെ 5 ഡാറ്റകൾ എടുത്തുകൊണ്ട് ശരിക്കും പഠിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു 170 കൊല്ലത്തേക്ക് സ്ത്രീയും പുരുഷനും തുല്യരാവൂല. 170 കൊല്ലം കണക്ക് വെച്ചു. കാലാകാലം ആവൂല എന്ന് ഓർപ്പിക്കുക, യാമന്നാണെന്ന് പറയേണ്ടതാ. ഈ വാർത്ത പിന്നീട് പത്രത്തിലുണ്ടായിരുന്നു. അടുത്ത കാലത്ത് പത്രത്തിൽ, നിങ്ങൾ ഈ ബാങ്കിൽ ക്യൂ നിൽക്കാൻ പോയപ്പോൾ പത്രം ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഈ വാർത്ത പത്രത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം, ആണും പെണ്ണും ഒരിക്കലും തുല്യമല്ല എന്ന ഭൗതികർ വരെ പറയുന്നത്. മാത്രമല്ല മെഡിക്കൽ സയൻസിൽ പോയി നോക്കുക, ഒരു പെണ്ണും ഒരാണും കുട്ടിയായി ജനിക്കുന്ന സമയത്ത് പ്രസവിക്കപ്പെട്ട കുട്ടി, ആൺകുട്ടിയും പെൺകുട്ടിയും തൂക്കത്തിന് വ്യത്യാസം ഉണ്ടാവും. ആൺകുട്ടിക്ക് കൂടും, ബ്രെയിൻ്റെ അളവ് കൂടും. ഇപ്പം നമ്മുടെ ഇരിക്കുന്ന ആൾക്കാരുടെ വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്, ഒരു പുരുഷന്റെ ദേഹം 5 ലിറ്റർ 6 ലിറ്റർ വരെ ഉണ്ടാവും. ഒരു പെണ്ണിന്റെ ദേഹത്തെ രക്തം എടുത്താൽ 4 ലിറ്റർ മുതൽ 5 ലിറ്റർ ഉണ്ടാവുള്ളൂ. പെണ്ണിന് 1 ലിറ്റർ കുറവാ. അതെന്തേ? ഞങ്ങൾക്ക് 1 ലിറ്റർ കുറവെന്ന് ചോദിച്ച് പടച്ചവനോട് കൂടി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതങ്ങനെ തന്നെയാണ്. അത് അള്ളാഹു പ്രകൃതിപരമായി തന്ന മാറ്റമാണ്. ഈ ഒരു മാറ്റം ആണും പെണ്ണും തമ്മിലുണ്ടാവും. പിന്നെ പെണ്ണുമാണെന്നുള്ള ബഹളം വെക്കണ്ട. മഹത്തായ സ്ഥാനം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ കൽപ്പിച്ച ഒരു ഉദാഹരണം നോക്ക്. ഖൗല ബിൻത് തഅലബത്ത് ഖൗലത്തിന്റെ ഭർത്താവ് ഔസ് ഇബ്നു സാമിത് ത്വലാഖില്ലേ, ലിഹാറിന്റെ പദമാണ് ഉപയോഗിച്ചത്. ലിഹാർ അത് ആ പെണ്ണ് സങ്കടത്തിലായി. ഈ പെണ്ണിന് കുട്ടികളുണ്ട്, ത്വലാഖ് ചെല്ലപ്പെട്ട പോലെ. അള്ളാന്റെ റസൂലിനോട് പരാതി പറഞ്ഞു. റസൂലുള്ളാ പടച്ചറബിനോട് പറയാൻ പറഞ്ഞു. റസൂലുള്ളാ പടച്ചറബിനോട് പറയുകയും ചെയ്തു. ആ പെണ്ണിന്റെ സങ്കടം പടച്ചറബ് കേട്ടു.
അപ്പോഴാണ് പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പെണ്ണിന് വേണ്ടി ആയത്ത് വന്നത്. ഒരധ്യായം സൂറത്തുൽ മുജാദല. ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകി ഇലല്ലാഹ്. ആയത്ത് നിങ്ങൾ നോക്കി, 22 ആയത്തിന്റെ അതിൽ ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, തന്റെ ഭർത്താവിനെ കുറിച്ച് പടച്ചറബിനോട് നേരിട്ട് പരാതിപ്പെട്ട പെണ്ണിന്റെ പരാതി പടച്ചറബ് കേട്ടു. അള്ളാഹു അതിന് മറുപടി കൊടുത്തു. ചിന്തിക്കണം നിങ്ങൾ, എൻ്റെ സഹോദരിമാര് ചിന്തിക്കണം. ഒരു പെണ്ണിന്റെ പരാതി പടച്ചറബ് കേട്ടിട്ട് നേരിട്ട് ഖുർആൻ ഇറക്കി. അങ്ങനത്തെ ഒരു അവസ്ഥ പരിശുദ്ധ ഖുർആനിൽ പുരുഷനില്ല. ഒരു പെണ്ണിന്റെ പേരിൽ പെണ്ണിന് വേണ്ടി സൂറത്ത് ലുക്മാൻ ആണിന്റെ പേരല്ലേ എന്ന് ചോദിക്കും. സൂറത്ത് ലുക്മാൻ റളിയല്ലാഹു തആലാന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരാനാണ്. ഇത് ഖൗലാണ്. 22 ആയത്തിന്റെ അതിൽ ഒന്ന് പോയി നോക്കി. ഇന്ന് പോയിട്ട് പെണ്ണുങ്ങൾ മുസഹഫ് എടുക്ക്. 22 ആയത്തിലും അല്ലാ 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 എന്ന പേരുണ്ടാവും. അങ്ങനത്തെ ഒരു സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ വേറെയില്ല. 22 ആയത്തിലും അല്ലാ എന്ന ജലാലത്തിന്റെ ഇസ്മുള്ള മറ്റൊരു ഖുർആനിക അധ്യായം വേറെയില്ല. ഒരു പെണ്ണിന് വേണ്ടി ഇറങ്ങിയ ആയത്താണ്. ഇസ്ലാം പെണ്ണിനെ പരിഗണിച്ചിട്ടില്ലയോ? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാവിന്റെ കാലഘട്ടത്തിലെ ഖലീഫയാണ് അദ്ദേഹം ഖലീഫ പുറപ്പെട്ടു. ഖറജ മഅഹുന്നാസ്, ഖലീഫയുടെ കുറെ ആളുകളും പരിവാരങ്ങളുമായി ഖലീഫ ഒരു വഴിക്കിറങ്ങി പോവുകയാണ്. താരീഖിലുണ്ട്. ഖലീഫ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കൂടെ കുറെ ആളുകളുണ്ട്. ഫമർറ ബിഅജൂസിൻ, ഒരു വയസ്സത്തി തള്ളയുടെ അടുത്ത് പോയി. ആ വയസ്സത്തി തള്ള ഇങ്ങനെ നടന്നുപോയി വഴിയിലൂടെ. ഖലീഫയും പരിവാരങ്ങളും നടന്നു വരുമ്പോൾ ഒരു വയസ്സത്തി തള്ള അതിലെ കടന്നുപോയി. വയസ്സത്തി തള്ളയെ കണ്ടപ്പോൾ ഉമർ തങ്ങൾ തന്റെ വാഹനപ്പുറത്തുനിന്നിറങ്ങി. ഫജഅല യുഹദ്ദിതുഹാ വതുഹദ്ദിതുഹു, ഖലീഫ അങ്ങോട്ടും ആ പെണ്ണ് ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. ആ വയസ്സത്തി തള്ളയും ഖലീഫയും പരസ്പരം സംസാരിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. കൂടെ നിൽക്കുന്നവരിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു. ഇസ്ലാമിന്റെ ഖലീഫ ഒരു വഴിപോക്കയായ പെണ്ണിനോട് സംസാരിക്കുന്നു, അതും ഒരു തള്ള, അജൂസ്. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാകുന്ന അദ്ദേഹത്തിന്റെ പരിവാരത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, യാ അമീർ അൽ മുഅ്മിനീൻ, ഓ ഇസ്ലാമിന്റെ ഖലീഫയെ, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത്? നിങ്ങൾ ഈ ജനങ്ങളെ മുഴുവൻ തടഞ്ഞു വെക്കുകയാണോ? ഫി ഹാദിഹിൽ അജൂസ്, ഈ പെണ്ണിന് വേണ്ടി, ഈ ഒരു പെണ്ണിന് വേണ്ടി നിങ്ങൾ ഈ ജനങ്ങളെ മുഴുവൻ തടഞ്ഞു വെക്കുന്നുവോ? ഗൗരവത്തിലാണ് ആ ചോദ്യം. ആ ചോദ്യം അങ്ങ് കേട്ടപ്പോൾ ഖലീഫയുടെ തലക്ക് പിടിച്ചു. ഖലീഫക്ക് ദേഷ്യം പിടിച്ചു. മഹാനായ ഖലീഫ പറഞ്ഞു, വൈലക്, നിനക്ക് നാശം, നിനക്ക് നാശം. നീ എന്ത് വൃത്തികേടായി ചോദിച്ചത്? ആരായി പെണ്ണ് നിനക്കറിയോ? ഹാദിഹി ഖൗല ബിൻത് തഅലബ, ഇത് ഖൗലത്താണ്, തഅലബത്തെയാണ്. അല്ലത്തി സമി അല്ലാഹു ശക്വാഹാ മിൻ ബൈനി ഫൗകി സബ്ഇ സമാവാത്. എടാ, 7 ആകാശത്തിന്റെ അപ്പുറത്തേക്ക് ഈ പെണ്ണിന്റെ ശബ്ദം പടച്ചറബ് കേട്ടടാ. ആ പെണ്ണിന്റെ പരാതിക്ക് പടച്ചറബ് ആയത്തിറക്കിയിട്ടുണ്ടടാ എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബി പിന്നെ മിണ്ടിയില്ല. പിന്നെയാണ് മിണ്ടിയില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങൾ അത് പറഞ്ഞതോടെ അയാൾ നിർത്തി. അത്ര വലിയ പദവി പെണ്ണുങ്ങൾക്ക് കൊടുത്ത മതമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ. ലോകം മുഴുവൻ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞപ്പോഴും പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, അദ്ദുന്യാ കുല്ലുഹാ മതാഅ്, ദുന്യാവ് മുഴുവൻ സൽ വിഭവമാണ്. വഖൈറു മതാഇ ദുന്യാ അൽ മർഅതു സ്വാലിഹ, ദുനിയാവിലെ ഏറ്റവും നല്ല സമ്പത്ത്, ഏറ്റവും നല്ല സാധനം, ചരക്ക്, നല്ല വിഭവം, സച്ചരിതയായ പെണ്ണാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. എന്താണ് പറഞ്ഞ വാക്കിന്റെ ഒക്കെ ഗൗരവം നോക്ക് നിങ്ങൾ. കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധ മുലകിൽ സുലഭെന്ന് പാടുകയാണ് ഇവിടെ കവികൾ. അന്യമതത്തിലങ്ങനെ തന്നെ. മഹാഭാരതത്തിലെ ഒരു പരാമർശമുണ്ട്. ഭീഷ്മർ യുധിഷ്ഠിരനോട് പറയാൻ, എന്താ പറയണമെന്നറിയോ? സ്ത്രീകളെപ്പോലെ പാപ്പിയായ വസ്തുവൊന്നില്ല നന്ദന, കത്തും തീയാണ് പെണ്ണുങ്ങൾ മയമായകളാം വിഭോന. ഓ, എന്താണ് ആ ഗൗരവം എന്നറിയോ? കത്തും തീയാണ് പെണ്ണുങ്ങൾ എന്നാ പറഞ്ഞു. ചിലപ്പോൾ കത്തും, സരിത കത്തിച്ചില്ലേ, ആകെ കത്തിയല്ലോ. ഒരു ഗവൺമെന്റ് പോലും കത്തിപ്പോയി. അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ പറഞ്ഞവരുണ്ട്. അപ്പോഴും പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ എന്താ? ഒരു മനുഷ്യൻ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അഫ്ളലു മാ യക്നിസുൽ മർഅ, ഒരു മനുഷ്യൻ നേടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിഭവം എന്താ? അൽ മർഅതു സ്വാലിഹ, സച്ചരിതയായ പെണ്ണാണ്. ഒരു മനുഷ്യൻ നേടുന്ന നിധിയിൽ വെച്ച് ഏറ്റവും നല്ല നിധി സച്ചരിതയായ പെണ്ണാണെന്ന് ഇസ്ലാം അപ്പോഴും പെണ്ണിന് കൊടുത്ത പദവിയുണ്ടോ? ആ ഒരു അവസ്ഥയാണ് ഇസ്ലാമിന് പെണ്ണിന്. അതുകൊണ്ട് പെണ്ണിന്റെ പേര് പറഞ്ഞിട്ട്, പെണ്ണിന്റെ കണ്ണീരൊപ്പുന്ന പ്രശ്നം പറഞ്ഞിട്ട്
ഈ സമുദായത്തിൽ ഒരിക്കലും പെണ്ണിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ശരീഅത്ത് മാറ്റാൻ വരണ്ട. ഞങ്ങളെ സ്ത്രീകൾക്ക് ആർക്കും അതുകൊണ്ട് പരാതിയില്ല. ഞങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി സമരം ചെയ്ത് മരിച്ചു വീണവരുടെ പിന്മുറക്കാരാണെങ്കിൽ ഉറപ്പാണ് ആ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കയ്യിൽ പരിശുദ്ധ ഖുർആനും മറുകയിൽ ഇന്ത്യൻ ഭരണഘടനയും പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അത് തകർക്കാനും സൗഹൃദം തകർക്കാനും ആര് ശ്രമിച്ചാലും മുസ്ലിം ഉമ്മത്ത് അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമേയില്ല. അതാണ് ഞങ്ങൾക്ക് ഇവിടെ പ്രകടമാക്കാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. കാരണം ഇത് തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അവിടെ ഒരുപാട് ഉസ്താദുമാരെ നിങ്ങൾ അഭിസംബോധന ചെയ്യാനുണ്ട്. എനിക്കാണെങ്കിൽ വളരെ ദൂരെ തിരിച്ചു പോകുവാനുമുണ്ട്. ഞാനൊരു 9 മണി വരെ പ്രസംഗിക്കാമെന്ന് ഏറ്റുകൊണ്ടാണ് വന്നത്. കാരണം അതിൻ്റെ ശേഷം ഇവിടെ 8 മണിക്ക് തന്നെ പ്രസംഗിക്കേണ്ട ആളുണ്ട്, അദ്ദേഹം എത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവസാനമായി എനിക്ക് സഹോദരങ്ങളോട് വളരെ വിനയപുരസ്വരം ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് സംഘടിപ്പിച്ചിരിക്കുന്ന നമ്മുടെ സമത്വ കേരള ജംഇയ്യത്തുലമയുടെ ചുണക്കുട്ടികളാണ്. സമത്വയുടെ പ്രിയപ്പെട്ട SKSFന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികൾ. ആ ചുണക്കുട്ടികൾക്ക് ആവശ്യമുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സമത്വ കേരള ജംഇയ്യത്തുലമയുടെ ആലിമീങ്ങൾ നൽകുന്നു. അവരത് നെഞ്ചേറ്റിക്കൊണ്ട് ചൈതന്യധന്യമായ പ്രവർത്തനങ്ങൾ കേരള ജംഇയ്യത്തുലമയുടെ പ്രതിഭാസമ്പന്നരായ ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. കാരണം ഇതിനു വേണ്ടി വല്ലതും നമ്മൾ ചെയ്താൽ അത് പണ്ട് കാലത്ത് നമ്മളെ നയിച്ച മഹത്തുക്കൾ അവർ പോയ വഴിയിലൂടെ ഈ ഉമ്മത്തിനെ നടത്താനുള്ള ശ്രമമാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ അധ്യക്ഷൻ, നല്ല രീതിയിൽ ഈ സമൂഹത്തെ നയിക്കുന്ന സാദിഖീങ്ങളായ പണ്ഡിതന്മാർ, വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി, സത്യം കൊണ്ടുവരികയും സത്യസാക്ഷികളാവുകയും ചെയ്ത ആളുകൾ, ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് പടച്ചറബിനെ ഭയപ്പെടുന്ന ആളുകൾ. ആ പടച്ചറബിനെ ഭയപ്പെടുന്ന സത്യസന്ധരായ പണ്ഡിതന്മാർക്കൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് സമത്വയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ തില്ലങ്കേരിയിലെ പ്രതിഭാസമ്പന്നരും പ്രഗത്ഭരുമായ നേതാക്കൾ നിങ്ങളെ നയിക്കുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി കൂടെ നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിക്കലും അതുപോലെ തന്നെ നമ്മുടെ ഈ പിരിയലും ഒരു നല്ല സൽക്കർമ്മമായി നമുക്ക് രേഖപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, മാതാക്കൾ, പിതാക്കൾ, ഗുരുജനങ്ങൾ എല്ലാവരെയും ഇതുപോലെ അവൻ്റെ സ്വർഗ്ഗ ലോകത്ത് കണ്ട് സന്തോഷിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പടച്ചറബ് നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാൻ ദീർഘായുസ്സും ആഫിയത്തും പടച്ചറബ് നൽകുന്നതോടൊപ്പം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും നിയമയുദ്ധത്തിലൂടെയും മറ്റും ഈ സമൂഹത്തിന്റെ സംസ്കാരം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേരാവണ്ണം ദീൻ പ്രബോധനം ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. റോഹിംഗ്യയിലും ഇന്ന് റഷ്യൻ ചമ്പടയുടെ പ്രതികാര നടപടി കാരണം അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ബഷാറുൽ അസദിന്റെ സിറിയയിലെ പാവപ്പെട്ട ജനങ്ങളും അനുഭവിക്കുന്ന ത്യാഗത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും മരണത്തിന്റെ മുഖത്തു നിന്നും അല്ലാഹുവേ അവരെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്തിന്റെ കുറവ് മൂലം വളരെ നേരത്തെ വന്നതുകൊണ്ടും അതോടൊപ്പം കൂത്തുപറമ്പിൽ ഒരു പരിപാടി കഴിഞ്ഞു വരികയായതുകൊണ്ടും നാളെ രാവിലെ തന്നെ അനുബന്ധ പരിപാടികളിൽ പങ്കെടുക്കുന്ന പ്രധാന പ്രഭാഷണം ഷമീർദാരുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. അതുവരെ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ വേദിയിൽ തന്നെയുണ്ട്. അള്ളാഹു അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ എന്ന ഹൃദയനിർഭരമായ പ്രാർത്ഥനയോടെ എൻ്റെ പ്രാർത്ഥന ഉള്ളതുകൊണ്ടും അസ്രം മഷൂർ തങ്ങൾ ഇവിടെ വരുമെന്നതുകൊണ്ടും ഞാൻ വിരാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.